ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമെന്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ 2025 മാത്രമാണ് ഹെഡിങ് കൊടുത്തത്. അപ്പോൾ 2025 വേണ്ടി നിങ്ങൾ എക്സാംസ് എഴുതുന്നവരാണെങ്കിൽ, അതുപോലെ SSC, RRB, റെയിൽവേ എന്നീ എക്സാമുകളുടെ സ്ട്രാറ്റജി വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ മെയിൻലി ഒരു സ്ട്രാറ്റജി വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓരോ എക്സാംസിനും വീണ്ടും വീണ്ടും സ്ട്രാറ്റജി വീഡിയോസ് ചെയ്യുക എന്നുള്ളത് നല്ല ഒരു കാര്യമല്ല. അതുകൊണ്ട് ഒരു മെയിൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. തുടക്കം മുതൽ സീരിയസ് ആയിട്ട് ഈ വർഷം തന്നെ എക്സാം ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ എക്സാമുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇപ്രാവശ്യം അതെല്ലാം ക്ലിയർ ചെയ്ത് സെറ്റാക്കണം എന്നുള്ളവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാണുന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ഇത് കാണേണ്ട ആവശ്യമില്ല. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓക്കെ, യെസ്. ഇത് നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. യെസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു സ്ട്രാറ്റജി വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ഒരു വർഷം മുന്നേ ചെയ്തതാണ്. ഇപ്പോൾ അടുത്ത വർഷത്തെ സമയമായിരിക്കുന്നു. CGL CHSL 2024 വേണ്ടി ചെയ്തതായിരുന്നു. 40,000 പേര് കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ചാനലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, ബാക്കിയുള്ള വീഡിയോസിൻ്റെ വ്യൂസൊക്കെ നോക്കുമ്പോൾ ഇത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ടൈം മാനേജ് ചെയ്യണം, ടൈം ടേബിളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേരൻസിൻ്റെ കഷ്ടപ്പാട് കണ്ടാൽ മതി, അതിന് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ടൈമിൻ്റെ കാര്യം എല്ലാം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എവർഗ്രീൻ ആയിട്ട് എന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, എപ്പോൾ മോട്ടിവേഷൻ പോയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. എപ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് അല്ല എന്ന് തോന്നുവാണെങ്കിലും ഈ വീഡിയോ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഊർജ്ജം പകർന്നു തരും. എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്യരുത് അതെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീണ്ടും അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതൊക്കെ എല്ലാ സ്ട്രാറ്റജിയിലും പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ വർഷം നടന്ന എക്സാമുകളെ അപഗ്രഥിച്ചുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിൽ വരുത്തേണ്ടത്. അപ്പോൾ മോറോർലെസ് ഇതിലുള്ള 80% കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലെ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് പഠിച്ച് ഫോളോ ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നമില്ല. അതിൽ പോകാൻ കുറച്ച് ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ ഈ സ്ട്രാറ്റജി ജസ്റ്റ് സബ്ജക്റ്റ് പ്ലാനിങ്ങിന് മുമ്പ് വരെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബിഗിനേഴ്സും ആയിക്കോട്ടെ, ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, പ്രോ അല്ലെങ്കിൽ നല്ലതായിട്ട് പഠിച്ച് നിൽക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടിയുള്ള സ്ട്രാറ്റജി എന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ഏറ്റവും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ചാനലിൽ നിന്നും മസ്റ്റ് വാച്ച് ആയിട്ടുള്ള വീഡിയോസാണ്. കേരള റാങ്ക് 1 കഴിഞ്ഞ വർഷത്തെ CGL 2023 ഒരുപാട് പേര് മലയാളികൾ വളരെ കുറവായിരുന്നു, വളരെ കുറവായിരുന്നു. 1500 വളരെ കുറവ് ആയിരുന്ന ഒരു എക്സാം ആയിരുന്നു. അതിൽ കേരള റാങ്ക് 1ഉം AAR 15ഉം കിട്ടിയ ആളുടെ ഇൻ്റർവ്യൂ ആണ്. വെറും 27,000 വ്യൂസേ ഉള്ളൂ. നമ്മൾ PSC ഒക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ, ബിഗറായിട്ടുള്ളവർ ആരായാലും ഇതൊന്നും കണ്ടു നോക്കുക. 18 മിനിറ്റത്തെ വീഡിയോ ആണ്. നിങ്ങൾക്കൊരു ചെറിയൊരു ഇൻസ്പിറേഷൻ എങ്കിലും ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ ചാനലിൽ ഒരുപാട് പേര്, ഇന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം എങ്ങനെയാണ് ഇതൊക്കെ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നായിട്ട് ഞാൻ പറയും. ഇപ്പോൾ ഇന്ന് മുതൽ നമ്മൾ GKയുടെ ക്ലാസ്, GKക്ക് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ കിട്ടുന്നത് വരെ ഉള്ള വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ആളെ കിട്ടി, എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അത് ക്ലാസ്സുകൾ ഇന്ന് മുതൽ അത് തരുന്നതായിരിക്കും. സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി പ്ലേലിസ്റ്റിൽ പ്രോബബിലിറ്റി ഉള്ളവർക്ക് ഇതുണ്ട്, നമ്പർ സിസ്റ്റത്തിൻ്റെ ക്ലാസ്, അർജുന ബാച്ച് 2.0. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ മാത്സിൻ്റെ സ്ട്രാറ്റജിയിൽ പറയാം. ജോമെട്രി ഉണ്ട്, CGL മെയിൻസിൻ്റെ ക്ലാസ്സുകളുണ്ട്, ക്രാഷ് കോഴ്സ് CGLനുണ്ട്, NDPCയുടെ കംപ്ലീറ്റ് മാത്സ് ക്ലാസ് ഉണ്ട്, ഡൗട്ട് സോൾവ് ചെയ്യുന്നത് LV ബോർഡ് ലൈവ് മോക്ക് സൊല്യൂഷൻ. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് ഓക്കെ ഇതോട് കാണിച്ചു തരാം. ക്വാണ്ട് ബൂസ്റ്റർ സീരീസ്, GDക്ക് വേണ്ടിയുള്ളത്, SSCയെ പറ്റിയുള്ളത്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, എക്സാം നോട്ടിഫിക്കേഷനെ പറ്റി, കാൽക്കുലേഷൻ സ്പീഡിൻ്റെ കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ, ഷോർട്ട് വീഡിയോസ്, അർജുന ബാച്ച്, ഏകലവ്യ ബാച്ച്. അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് നമ്മുടെ പ്ലേലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതിൽ എവിടെ നിന്നൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകലവ്യ മാത്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും 0 ലെവൽ മുതൽ ഹൈ ലെവൽ വരെയുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു, വേഗം ഏകലവ്യ ബാച്ച് CGLന് മുമ്പേ തീർക്കണം. അപ്പോൾ എനിക്കൊരിക്കലും എന്തെങ്കിലും ക്ലാസ് ചെയ്ത്, എനിക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്ററും 2-3 ക്ലാസ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിച്ച് ക്വസ്റ്റ്യൻ മാത്രം ചെയ്യിപ്പിച്ചിട്ട് തീർക്കാം, എന്നിട്ട് ഏകലവ്യ ബാച്ച് എന്ന് പേര് വിടാം. പക്ഷെ ഞാൻ അതിനല്ല ഇത് തുടങ്ങിയത്. ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ടേ തരത്തുള്ളൂ.
അപ്പോൾ അത് മാത്സിന് ബാക്കി എന്തൊക്കെ ഈ വർഷം എഴുതുന്നവർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഇന്നത്തെ സ്ട്രാറ്റജിയിൽ പറയാം. പക്ഷേ ഏകലവ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ്സും അത്ര ക്വാളിറ്റിയിലേ ഞാൻ എടുത്തോളൂ. അപ്പോൾ അത് സമയം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഏകലവ്യ ബാച്ച് ഇത് ഏത് ലെവലിലുള്ളവർക്കും കാണാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളാണ്. ഏകലവ്യ ബാച്ച് അതുപോലെ തന്നെ അർജുന ബാച്ച്, ഇത് ഫസ്റ്റ് അർജുന ബാച്ചാണ്. അപ്പോൾ ഇതിലെ ക്ലാസ്സുകളും പാരലായിട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ഏകലവ്യ ബാച്ച് കണ്ടവർക്ക് മാത്രമേ ഇത് കാണാവൂ, അല്ലെങ്കിൽ ഇത് കണ്ടവർക്ക് ഇത് കണ്ടുകൂടാ, അങ്ങനെയൊന്നുമില്ല. രണ്ടും നിങ്ങൾ കാണാം. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഇതിൻ്റെ ഒരു ചാപ്റ്റർ ഇതിലൊരു ചാപ്റ്റർ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഷോർട്ട് വീഡിയോസ് വളരെ വളരെ ഈസി ആയിട്ട് 17 വീഡിയോ ഉള്ളൂ, പെട്ടെന്ന് തീർക്കും. പ്രീവിയസ് ഇയർ സൊല്യൂഷൻ ഇതും കാണാം, കാൽക്കുലേഷൻ സ്പീഡ് കാണാം. പിന്നെ മെയിനായിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാവുന്ന വീഡിയോസാണ്. ഇതെല്ലാം കണ്ടു തീർക്കുക. അക്കൗണ്ട് ബൂസ്റ്ററിൽ 22 വീഡിയോസ്. ഇതൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കാണാതിരിക്കുന്നത് വളരെ നഷ്ടമായിരിക്കും. ഒലിബോർഡിൻ്റെ സൊല്യൂഷൻ ഉണ്ട്, ഡൗട്ടിൻ്റെ സൊല്യൂഷൻ, NDPCയുടെ ബാച്ചും ഇത് NDPCക്ക് മുമ്പേ തീർത്തിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാൻ എല്ലാം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഓൾറെഡി 9 വീഡിയോ ആണുള്ളത്, ബാക്കിയും കൂടെ തരുന്നതായിരിക്കും. CGL മെയിൻസ്, നമ്മുടെ CGLന് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ ഓർഡർ ഒന്നും കുഴപ്പമില്ല. ജോമെട്രി ഇത് ഏകലവ്യയുടെ തന്നെ പാർട്ടാണ്, 6 വീഡിയോ ഉണ്ട്. അർജുന ബാച്ചിലെ 2.0 ഇതെന്ന് പറഞ്ഞാൽ ഡെയിലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡെയിലി തരുന്നതാണ്. അപ്പോൾ ആ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, കുറേ തിരക്കുണ്ടായി, അതുകൊണ്ടാണ് ഇത് സ്റ്റോപ്പ് ആയത്. ഈ വീക്ക് മുതൽ ഇത് തുടങ്ങുന്നതായിരിക്കും. അതിൽ തന്നെ നമ്പർ സിസ്റ്റത്തിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്, GKയുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണുക. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കണ്ട് കംപ്ലീറ്റ് ആക്കി വെക്കുക. ഇത് കംപ്ലീറ്റ് ആക്കാൻ അധികം സമയം വേണ്ട, കംപ്ലീറ്റ് ആക്കുക. ഇനി ഓർഡറിൽ കാണാവോ എന്നൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോസ്, ഒരുപാട് ഷോർട്സ് നിങ്ങൾ ഡൗട്ടായിട്ട് ചോദിക്കുന്ന, അതും എല്ലാം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. വെറുതെ ഞാൻ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തന്നെ എടുത്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഡൗട്ടാണ്. അപ്പോൾ അതൊക്കെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങളെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളതെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് ഞാനൊരു ലക്ഷ്യത്തോടെ തുടങ്ങിയാണ്. ഇത്ര ഒരു വർഷം കൊണ്ട് എനിക്ക് ഇത്രയും വീഡിയോസും ഇത്രയും ആൾക്കാരെയാണ് കിട്ടിയത്. അപ്പോൾ അതിനിയും കൂടാൻ വേണ്ടി, ഇനിയും ഒരുപാട് ആളുകൾക്ക് എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും, യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകൾ. ഇനി നിങ്ങളുടെ ഡൗട്ടുകൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറയാം, ഒരുപാട് അങ്ങ് ലെങ്തി ആക്കുന്നില്ല. 2020 CGL സ്റ്റാർട്ട് ചെയ്യുന്നതിന് ബിഗിനേഴ്സിന് മാത്സ്, ഇംഗ്ലീഷ്, റീസണിംഗ്, GK എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇംഗ്ലീഷ് ഗ്രാമർ ബേസ് ആൻഡ് അഡ്വാൻസ്ഡ് എങ്ങനെയാണ് പഠിക്കേണ്ടത് സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞു തരാമോ, GK എങ്ങനെയാണ് പഠിക്കേണ്ടത്, കഴിഞ്ഞ തവണ തോറ്റു, ഡിപ്രഷൻ ഡിസപ്പോയിൻമെന്റ് മാറാൻ എന്ത് ചെയ്യും, പ്ലീസ് ഹെൽപ്പ്, ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്, ഹായ് സാർ താങ്ക് യു ഫോർ എഫേർട്ട്, മാത്സിൽ ബേസ് ഉണ്ടെങ്കിൽ എഫക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഡൗട്ടുകൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്, റിപ്പീറ്റേഴ്സ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഡെയിലി എത്ര മൂക്ക് ഇടണം, ബെസ്റ്റ് ബുക്ക് സജഷൻ ഏതൊക്കെയാണ്, ഇനി മോക്ക് സൊല്യൂഷൻ ഒലിബോർഡ് NDPC സൊല്യൂഷൻ നീഡഡ്. അപ്പോൾ അത് മെയിൻലി മാത്സിൻ്റെ ആണ്. അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ തരാം. സിലബസ് കവറിംഗ് റെയിൽവേ പ്ലേലിസ്റ്റ് മാഗ്നം റെഗുലർ ബാച്ച് 2021 മുമ്പ്, NDPCക്ക് മുമ്പേ, മോർ അർജുന ബാച്ച് ക്വസ്റ്റ്യൻസ് വീഡിയോ നീഡഡ്, ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്, ലോ മാർക്ക് വരുമ്പോൾ ഹൗ ടു അനലൈസ് ദ മോക്ക് ടെസ്റ്റ് ഇൻ ഒലിബോർഡ് പ്ലാറ്റ്ഫോം, ഹൗ ടു റൈറ്റ് എ മോക്ക് അനാലിസിസ് കോപ്പി, ഹൗ ടു ഓവർകം ഫിയർ ഓഫ് മോക്ക് ടെസ്റ്റ് ഗിവിംഗ്, ഹൗ ടു സ്കിപ്പ് ക്വസ്റ്റ്യൻസ്, പ്ലീസ് ബി വിത്ത് us till our exam, especially NDPC 2020 കംപ്ലീറ്റ് ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ എല്ലാ ആൻസർ ഈ ഒരു വീഡിയോയിലുണ്ട്. 32, അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. 32 ഏജ് OBC ഉള്ള കണ്ടന്റാണ്. SSC CGL 2025 അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഏജ് റിലാക്സേഷൻ വെച്ച് ഏത് പോസ്റ്റ് കൊടുക്കണം, GK എങ്ങനെ ചെയ്യും, ഇറ്റ് ഈസ് നോർമൽ ടു ഫീൽ ഡ്രെയിൻഡ് ആഫ്റ്റർ ലോങ് ഡേയ്സ് ഓഫ് കൺസിസ്റ്റന്റ് സ്റ്റഡി, ഹൗ ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്, സാർ 2025 SSC മാത്സ് കോഴ്സ് ഉണ്ടോ, കുഡ് യു പ്ലീസ് ഷെയർ എ സ്റ്റഡി പ്ലാൻ വിത്ത് ഡെയിലി ടാർഗറ്റ് ഇൻക്ലൂഡിംഗ് മൾട്ടിപ്പിൾ റിവിഷൻ, അങ്ങനെയൊക്കെ പറയുന്നു. ബെസ്റ്റ് ബുക്ക് സജഷൻ, റിപ്പീറ്റേഴ്സ് എങ്ങനെ പ്ലാൻ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് പറയോ, സാർ മാത്സ് അവർ കോഴ്സ് വാങ്ങി കണ്ടെടുത്തു, ഇപ്പോൾ ആ കോഴ്സ് വാങ്ങി കണ്ടെടുത്തു, ഇപ്പോൾ ആ കോഴ്സിൻ്റെ വർക്ക് ഷീറ്റാണ് അർജുന ബാച്ച് കൊണ്ടുപോകുന്നു, ക്യാൻ യു മേക്ക് എ ലിസ്റ്റ് ഓഫ് വാട്ട് തിങ്സ് ടു ഡു ഫ്രം യുവർ ചാനൽ, ഈ വട്ടം 310 മാർക്കുള്ളവരും 20,000 റാങ്ക് എന്നൊക്കെ കാണുമ്പോൾ പേടിയാവുന്നു, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇങ്ങനെ, CGL 2025 അറ്റൻഡ് ചെയ്യാൻ പോകുന്നു, ഓൾറെഡി ജോബിലുള്ളവർ, 25 എഴുതുന്ന ജോബിലുള്ളവർ, പ്രിലിംസ് 1-2 മാർക്കിന് പോയവർ, CGL മെയിൻസിന് ജസ്റ്റ് പോയവർ, ഇവരെ ഔട്ട്സ്മാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വസ്റ്റ്യനാണ്, കുറേ നല്ല ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ ഞാൻ ചോദിച്ചത്, ഓരോ നിങ്ങളുടെ ഡൗട്ടാണ് എനിക്ക് ആൻസർ ചെയ്യേണ്ടത്, അല്ലാതെ ഞാൻ എന്തെങ്കിലും വീഡിയോ അല്ല ചെയ്യേണ്ടത്. ദിസ് ടൈം ലേസ് ക്വസ്റ്റ്യൻ ഫ്രം ഹിസ്റ്ററി, ജോഗ്രഫി, സ്ട്രാറ്റജി, സയൻസ് പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ. അപ്പോൾ സഡൻ ആയിട്ടുള്ള എക്സാം GK വന്ന നല്ലപോലെ വേരിയേഷൻ വന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്യും, സാർ എനിക്ക് ബാക്കി സബ്ജക്റ്റെല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്, മാത്സ് അങ്ങ് സെറ്റ് ആവുന്നില്ല, പഠിച്ച് മറന്നു പോവുകയും പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആകുമ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ മറന്നു പോകുന്നു, എന്ത് ചെയ്യും, കൂടെ ഏതൊക്കെ എക്സാം നോക്കണം, കോളേജ് സ്റ്റഡിയുമായി എങ്ങനെ കണക്ട് ചെയ്യാം, സിലബസ് എങ്ങനെ ഈസിലി കവർ ചെയ്യാം, I'm weak in maths, so studying maths is a challenge for me. Sometimes it's boring too. How to make studying maths enjoying? Sir, CGL exam prepare ചെയ്യുന്ന beginner ആണ്. CGL exam കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന റിലയബിൾ ഓൺലൈൻ വീഡിയോ കോഴ്സ് ഓർ യൂട്യൂബ് ചാനൽ സജസ്റ്റ് ചെയ്യുമ്പോൾ 2020 CGL എക്സാം ക്രാക്ക് ചെയ്യാനാണ്. ഒരു കറക്റ്റ് രീതി കിട്ടുന്നില്ല പഠിക്കാൻ, അവിടുന്ന് നോക്കി പഠിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു, കുറേ സമയം പഠിക്കുന്നുണ്ടെങ്കിലും എങ്ങും എത്താത്ത പോലെ ഫീലാണ് എപ്പോഴും. ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി എങ്ങനെ പഠിക്കും എന്ന് പറഞ്ഞു. ഹൗ ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഒരുപാട് പേര് ചോദിക്കുന്നു. ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു, CGL പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ട്, I'm 25, ഡു യു തിങ്ക് ഇറ്റ്
It will be worth starting prepare now. How to cover GS for upcoming exam according to 2024 മെയിൻസ്. മാത്സ് ഒരു ചാപ്റ്റർ ചെയ്തു, പിന്നെ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ പഴയത് പകുതിയും മറന്നു പോകുന്നു. ഓക്കെ, ഹൗ ക്യാൻ വി മെയിൻ കൺസിസ്റ്റൻറ്റ്? ദിശയുടെയോ മാഗ്നമെന്റിൻ്റെയോ യൂട്യൂബ് ക്ലാസ് വെച്ച് മാത്സ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? വളരെ നല്ല ക്വസ്റ്റ്യൻ. വൊക്കാബ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? റെയിൽവേ GK കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ എങ്ങനെയാണ്? GK എങ്ങനെ പഠിക്കണം? എങ്ങനെ റിവിഷൻ നടത്തണം? ജനറൽ സയൻസ് എങ്ങനെ പഠിക്കണം? 2024 2 months യൂട്യൂബ് വീഡിയോസ് മാത്രം കണ്ട് എനിക്ക് 87 മാർക്ക് കിട്ടി. CGL ക്രാക്ക് ചെയ്യാൻ വർക്ക് ചെയ്യേണ്ടി വരുമോ? അടുത്തത് പിനാക്കൾ എങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് കവർ ചെയ്യേണ്ടത്? സാറിൻ്റെ പെർസെൻറ്റേജ് കണ്ട് എൻ്റെ പിനാക്കൾ സോൾവ് ചെയ്ത് അപ്പോൾ നേരിട്ട പ്രശ്നം 100 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഒരുപാട് സമയം എടുത്തു. 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 മണിക്കൂർ മേലെ എടുക്കുന്നു. അതേപോലെ വൺസ് ചെയ്തിട്ട് ടിക്ക് ചെയ്ത ക്വസ്റ്റ്യൻ പിന്നെ മറന്നു പോകുന്നു. സ്ട്രാറ്റജി ശരിയാണെന്ന് അറിയില്ല. 2022 മുതലുള്ള എക്സാമിൻ്റെ 6 month കൊണ്ട് മിനിമം 3 തവണ കവർ ചെയ്ത് മാക്സിന് 40+ കിട്ടുമോ? 3 തവണ. അപ്പോൾ അതൊക്കെ റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെയൊക്കെ ആൻസർ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. മാത്സിൻ്റെ സെക്ഷനിൽ എപ്പോൾ മുതൽ എടുത്തു തുടങ്ങണം? അതുപോലെ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? GK ഓരോ സബ്ജക്റ്റ് വെച്ച് ഫുൾ കവർ ചെയ്യുന്നതാണോ അതോ ഡെയിലി എല്ലാ സബ്ജക്റ്റിൻ്റെയും കുറച്ച് കവർ ചെയ്യുന്നതാണോ എഫക്റ്റീവ് ആയിട്ടുള്ളത്? അത് പറയാം. സാർ മുന്നത്തെ സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ പോലെ ഒരു എക്സാമിന് ഫോക്കസ് ചെയ്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും CGL RRB സെക്രട്ടറി ടെസ്റ്റിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് സാറിൻ്റെ അഭിപ്രായം? നല്ലൊരു ട്രൈ എക്സാമിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂടുതൽ ടൈം CGLൻ്റെ തന്നെയാണ് പഠിക്കുന്നത്, പക്ഷേ പഠിച്ച RRB ഒപ്പം കിട്ടും. അവളുടെ കൺഫ്യൂസ് ഡിഫറൻ്റ് അല്ലേ? സാറിൻ്റെ ഒരു പെർസെപ്ഷൻ അറിയണം. സാറിൻ്റെ ഒരു അഡ്വൈസ് പോലെ ബാക്കി ഡിസൈഡ് ചെയ്യും. ബിക്കോസ് സാറിൻ്റെ ക്ലാസ് അത്ര ഇൻഫ്ലുവൻസ് ആയതുകൊണ്ട് കുറേ ഇയേഴ്സ് കൊണ്ട് പഠിക്കുന്നതിന് ഒരു ലാസ്റ്റ് ഇയർ അതുവരെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരുന്നെങ്കിൽ സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ്. കുറേ പ്ലാറ്റ്ഫോംസിലുണ്ട്. സാറിൻ്റെ സൈലൻറ്റ് കിന്നർ പോകാനാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത്. ചുമ്മാ പൊക്കി പറയുന്നില്ല. ഓക്കെ അങ്ങനെ പറയുന്നു. ഇനിയും ക്ലാസ് ഒരുപാട് കവർ ആക്കാനുണ്ട്. ഇപ്പോൾ കവർ ആക്കുന്നവരെ ബിലീഫുണ്ട്. അല്ല സാറിൻ്റെ ഓക്കെ യെസ്. ഹായ് സാർ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത 2025 SSC എക്സാം ക്ലാക്ക് ചെയ്യാൻ പറ്റുമോ? സെൽഫ് സ്റ്റഡി ചെയ്ത് എക്സാം പാസ്സാവാൻ പറ്റുമോ? ഫോർ ആവറേജ് സ്റ്റുഡൻറ്റ് QA മാർക്ക് 30-35 നിന്നും കയറുന്നില്ല. 45+ സ്കോർ ചെയ്യാൻ പ്രിപ്പറേഷൻ എന്തെല്ലാം ചേഞ്ച് വരുത്തണം മാത്സിന് വേണ്ടി? റിപ്പീറ്റേഴ്സ് എങ്ങനെ പഠിക്കണം? കമ്പ്യൂട്ടറും ടൈപ്പിംഗ്. ഓക്കെ സാർ, ഞാൻ CGL 2020 കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിരിക്കും. സാറിൻ്റെ ക്ലാസ് സ്ട്രാറ്റജി വീഡിയോ പറഞ്ഞ പോലെയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അതിനായി SSC ഫൗണ്ടേഷൻ ക്ലാസ് പ്ലസ് CGL ലെവൽ ക്ലാസ് കണ്ട് പഠിച്ചു വരുവാണ്. പക്ഷേ ബാക്കിയുള്ള സബ്ജക്റ്റ് കൂടി മാത്സ് ഫുൾ കംപ്ലീറ്റ് ആക്കി ബാക്കി സബ്ജക്റ്റിന് പ്രിഫറൻസ് കൊടുത്താൽ മതിയോ? എത്രയും പെട്ടെന്ന് സിലബസ് റിവിഷൻ ചെയ്യാനുള്ള വഴി പറയാമോ? NTPCയും SSC എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണം? അപ്പോൾ ഇതിന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. NTPC സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ട്. NTPCക്ക് വേണ്ടി സ്ട്രാറ്റജി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നത്. അതിനകത്ത് SSCയും NTPC എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ഉണ്ട്. NTPC സ്ട്രാറ്റജി വീഡിയോ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ. സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ മോക്ക് എടുക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ചെയ്യാണ്ട് മോക്ക് എടുക്കുമ്പോൾ അതിൻ്റെ അനാലിസിസ് നല്ല ടൈം പോവില്ലേ? ഫ്രീക്വൻലി ആസ്ഡ് ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്തിട്ട് മോക്ക് എടുക്കുന്നതാണോ നല്ലത്? ഓർ ദർ ഈസ് എനി അതർ വേ ടു ടാക്കിൾ ദ സിറ്റുവേഷൻ? സാർ, SSC കിട്ടാതിരിക്കുമ്പോൾ നല്ല കോൺഫിഡൻസ് കൊണ്ട് പ്ലാൻ B നോക്കുന്നത് ആകെ കൺഫ്യൂഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സാർ, ഡെയിലി ടാർഗറ്റ് സ്റ്റഡി പ്ലാൻ ചെയ്യുമ്പോൾ CGL 2025 വേണ്ടിയിട്ട് അതിനെപ്പറ്റി പറയാം. റിപ്പീറ്റേഴ്സ് എപ്പോൾ പ്രിപ്പറേഷൻ നിർത്തണം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ. എപ്പോൾ നിർത്തണം? തുടങ്ങുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് നിർത്തണം. എപ്പോൾ നിർത്തണം? ഹൗ ടു അപ്രോച്ച് ഈ സബ്ജക്റ്റ് ആൻഡ് മാനേജ് ടൈം എഫക്റ്റീവ്ലി ഡ്യൂറിംഗ് ദ എക്സാം മാത്സ്. ഓക്കെ, ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്തുണ്ട്? മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്സാം ടൈമിൽ എങ്ങനെ ചെയ്യണം? ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരുപാട് പേരിലേക്ക് എത്തുന്നില്ല. മോക്ക് ടെസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി മാഗ്നമെന്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ പക്കയായിട്ട് ഒരു അരമണിക്കൂറിൽ എൻ്റെ ആൻസർ ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. മാത്സ് റീസണിങ് കൂടെ പാരലി പെർമാർ GK എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. സാർ, ഇംഗ്ലീഷ് ഗ്രാമർ ബേസ് തൊട്ട് പഠിക്കാൻ വീഡിയോസ് ആൻഡ് ബുക്സ് സജസ്റ്റ് ചെയ്യാം. യെസ് സാർ, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുണ്ടോ? ചെയ്തുകൊണ്ടാണോ ഓരോ ടോപ്പിക്സ് വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഓൾസോ ഇംഗ്ലീഷ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം? ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റ്? GK സ്ട്രാറ്റജി GKക്ക് വേണ്ടി മാത്സ് ആൻഡ് റീസണിങ് ട്രിക്സ് ആൻഡ് എക്സ്പ്ലനേഷൻ GK ചാലഞ്ചിങ് സ്റ്റാർട്ടർ പ്രിപ്പറേഷൻ റിവിഷൻ പോരായ്മ കൊണ്ട് പല ക്വസ്റ്റ്യൻസും കൺഫ്യൂസ്ഡ് ആയി തെറ്റുകയും അറ്റംപ്റ്റ് ചെയ്ത വീണ്ടും വിടുകയും ചെയ്തു. പ്ലീസ് ഗൈഡ് ഹൗ ടു ഗെറ്റ് ഗുഡ് സ്കോർ ഇൻ GK ആൻഡ് റിവിഷൻ സ്ട്രാറ്റജി ടു റിമെമ്പർ വാട്ട് വി ഹാവ് സ്റ്റഡീഡ്. റിസർച്ച് ചാനലോ ഈ ടൈമിൽ എഫക്റ്റീവായിട്ട് മാത്സ് GK എങ്ങനെ കവർ ചെയ്യണം? ഓക്കെ, ഇംഗ്ലീഷ് എല്ലാം കവർ ചെയ്യണം. ഇംഗ്ലീഷ് സ്ട്രാറ്റജി, മാത്സ് ഷോർട്ട് ട്രിക്ക്, ഹൗ ടു ഇംപ്രൂവ് റീസണിങ് ആക്യുറസി, how to allocate time for each subject efficiently without ignoring weightage and importance. ഇനിയുള്ള ടൈം പീരീഡിൽ ഈസ് ഇറ്റ് പോസിബിൾ ടു ക്രാക്ക് എക്സാം ഇഫ് ഐ സ്റ്റാർട്ട് സ്റ്റഡിങ് നൗ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് നമ്മളുടെ പോസ്റ്റിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ദിവസം സമയം കൊടുത്തു. അപ്പോൾ എനിക്ക് വന്ന കുറേ ഡൗട്ടുകളാണിത്. അപ്പോൾ കുറേ ഡൗട്ടുകളിൽ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ 2024 സ്ട്രാറ്റജിയിൽ പറഞ്ഞതാണ്. നമ്മൾ 30-35 ലക്ഷം പേര് ഫോം എഴുതുന്നതിൽ 15-20 ലക്ഷം പേരായിരിക്കും അപ്പയർ ചെയ്യുന്നത്. അതിൽ 1.5 ലക്ഷം പേര് പ്രീ ക്ലിയർ ചെയ്യും. ഒരു 8,000 വേക്കൻസി ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 10,000 വേക്കൻസി ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിനകത്ത് പഴയ സെലക്ട് ആൾക്കാർ 60% പേര് പഴയത് കഴിഞ്ഞ വർഷം സെലക്ട് ആയവരായിരിക്കും. 40% പേര് പുതിയ സെലക്ട് ആയവർ കാണും. അതിൽ ഇൻസ്പെക്ടർ കിട്ടുന്ന എത്ര പേരായിരിക്കും? ഈ 40% പുതിയ ആൾക്കാരിൽ, അല്ലെങ്കിൽ ഈ ഇത്രയും ജോബിൽ ഇൻസ്പെക്ടർ പോസ്റ്റ് കിട്ടുന്നത് 70% കഴിഞ്ഞ വർഷം സെലക്ട് ആയവരായിരിക്കും. അപ്പോൾ അത്രമാത്രം കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ട്. അത്രമാത്രം എന്ന് പറഞ്ഞാൽ അത്രമാത്രം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ CGL
2025 എക്സാമിൻ്റെ സ്ട്രാറ്റജി പറയുമ്പോൾ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. CHSL വരുന്നുണ്ട്, നിങ്ങൾക്ക് CPO വരുന്നുണ്ട്, MTS. ഇത്രയും ലെവലൊന്നും വേണ്ട, MTSന് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറയാം. MTSും GDയും സെപ്പറേറ്റ് ആയിട്ട് പറയാം. ബാക്കി എല്ലാ SSC എക്സാംസും ഈ CGL 2025 സ്ട്രാറ്റജി വരുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. RRBയുടെ കാര്യം പറയുമ്പോൾ റെയിൽവേയുടെ NTPC പറയുമ്പോൾ അതിനകത്ത് റെയിൽവേയുടെ എക്സാംസ് എല്ലാം വരുന്നുണ്ട്. NTPCക്ക് സെപ്പറേറ്റ് ഞാൻ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതും കൂടെ എടുത്ത് എന്ത് ചെയ്യാം നോക്കാം, 2025 വേണ്ടി തന്നെയുള്ള വീഡിയോസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 വർഷം 2 years എന്ന് പറഞ്ഞാലൊക്കെ ഇപ്പോൾ SSC എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു കഴിഞ്ഞ പണ്ടത്തെ കാലത്ത് ഒരു 3 വർഷം എന്നൊക്കെ പറയുന്നത് നോർമലായിരുന്നു. ഇപ്പോൾ 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. പക്ഷേ ഞാൻ ഒരുപാട് പേരെ ഡൗട്ടി കണ്ടു, 2025 ഇപ്പം സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ CGL എന്നാണ് വരുന്നത്. ഞാൻ CGLൻ്റെ ഡേറ്റ് മാത്രം പറയും. ജൂലൈയിലായിരിക്കും എക്സാം, പിന്നെ 3 മാസം കഴിഞ്ഞ്. അപ്പോൾ ഈ വർഷം തന്നെ കംപ്ലീറ്റ് ആകുന്ന രീതിയിലാണ് CGL വരുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഈ 2025 ഇത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ, ഇതിൽ 2021 മുതൽ പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ 2020 മുതൽ പഠിക്കുന്നവർ കാണും, 2022 തുടങ്ങിയവർ കാണും, 23 തുടങ്ങിയവർ കാണും, 23 ചിലപ്പോൾ ജോലി കിട്ടിയവർ കാണും, 24 തുടങ്ങിയവർ കാണും, 25 തുടങ്ങിയവർ കാണും. ഇത് കേരളത്തിലെ അവസ്ഥ മാത്രമല്ല, കേരളം മാത്രമല്ല, നിങ്ങൾ UP ബീഹാറിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടുത്തെ ആൾക്കാരുടെ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയമുണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന സമയത്തിൻ്റെ ഇരട്ടി ഒരു ദിവസത്തെ അവർ കൊടുക്കും. ആ ഒരു രീതിയിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് സീരിയസ് ആയിട്ട്. അപ്പോൾ അവരോടൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതിനകത്തുള്ള എഡ്ജ് ഉണ്ട്, നമുക്ക് റൈറ്റ് ഡയറക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2025 തുടങ്ങുന്നത് ഫ്രഷർ ആയിട്ടുള്ളവരും കാണും, അത് വളരെ കുറവാണ്, നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഞാനിന്ന് പറയുന്ന കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ 2025 നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നു, ഫ്രഷർ ആയിട്ടുള്ള ഇത്രയും ആൾക്കാരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 2025 തന്നെ തുടങ്ങി 2025 തന്നെ ജോലി വാങ്ങണം എന്നുള്ളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിന് അത്രമാത്രം നിങ്ങൾ വർക്ക് ചെയ്യണം. ഇത്രമാത്രം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒറ്റ കാര്യം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ മതി. പുതുതായിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, ഇതുവരെ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല, 2024 എൻ്റെ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ട് എത്ര പേര് അതേ സ്ട്രാറ്റജി ഇപ്പോഴും ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം ജസ്റ്റ് എനിക്ക് കമൻറ്റിലായിട്ടൊന്ന് പറയുക. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം എത്ര പേര് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അത് വളരെ കുറച്ച് ആൾക്കാരായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ ആൾക്കാരെ സെലക്ഷൻ എന്ത് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നു കുറയുന്നത് ഒരുപാട് കുറവാണ്. എഴുതുന്ന ആൾക്കാരെ വെച്ച് നോക്കുകയാണെങ്കിൽ എഴുതുന്ന ആൾക്കാർ കുറവാണ്, എന്നാലും അതിൽ കിട്ടുന്നവരുടെ പെർസെൻറ്റേജ് എന്താണ് കുറവാണ്. അതിന് കാരണം കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അപ്പോൾ ഇപ്പോൾ തുടങ്ങുന്നവർ ഇത്രേ പറയാനുള്ളൂ. തുടങ്ങുവാണെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ട് വൃത്തിയായിട്ട് നിങ്ങളുടെ 100% കൊടുത്ത് അവസാനിപ്പിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവും, മടങ്ങാവും. അപ്പം അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് എൻ്റെ പ്രിപ്പറേഷനിൽ ഈ കുറവ് ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ജോലി ഈ വർഷം കിട്ടാത്തത് എന്നുള്ളൊരു ചിന്ത വരരുത്. പോസിബിൾ ആണെന്ന് ചോദിച്ചാൽ പോസിബിൾ ആണ്, പക്ഷേ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഇരിക്കേണ്ടി വരും. ഇതിന് മാത്രം വേണ്ടി ഇരിക്കേണ്ടി വരും, ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഇരിക്കേണ്ടി വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറും ഞാൻ പറയാം. അപ്പോൾ 2026 എക്സാം ആണെങ്കിൽ കുറച്ച് ട്രൈ നോക്കുന്നതെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്നവർ കാണും, അപ്പോൾ അവർക്ക് കുറച്ച് സമയമുണ്ട്. പക്ഷെ അവരിപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ നോക്കുക, സെറ്റ് ആവാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരു എക്സാം ഉണ്ട്, ഇത്ര മാർക്കുള്ള പ്രിലിംസ് 200 മാർക്കിലും മെയിൻസ് 390, ക്വാളിഫൈങ് 390 ബാക്കി കമ്പ്യൂട്ടറാണ്. ഇതിൽ നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങാം. അത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയതാണോ, 2 വർഷം മുമ്പേ തുടങ്ങിയതാണോ, ഓൾറെഡി ജോലി ഇരിക്കുന്നതാണോ, അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ജോലി ഇരിക്കുന്നവർ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കും, അവർക്ക് കിട്ടുന്നത് വരെ അവർ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കും. അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് വാങ്ങാൻ പറ്റുന്നത് മാക്സിമം മാർക്ക് വാങ്ങും. അതൊന്നും ഇതിൽ മാറ്റർ ചെയ്യുന്നില്ല. 1 വർഷത്തിൽ ജോലി മേടിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാൻ തയ്യാറാകുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വരും. SSCയുടെ CGL തന്നെ കുറച്ച് ചീറ്റിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം വരും. എക്സാം ചിലപ്പോൾ പോസ്റ്റ്പോൺ ചെയ്യും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അതൊക്കെ നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഭാഗമാണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് സെലക്ഷൻ ഇല്ലാത്തത്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സെലക്ഷൻ ഇല്ലാത്തത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരുപാട് യൂസ്. ഞാനിവിടെ വേറെ ഒന്നും പറയുന്നില്ല, ഇൻസ്റ്റാഗ്രാം അതൊന്നും പറയുന്നില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം മാത്രം പറയാം. നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്നുണ്ട്, അവർക്കൊരു ഗൈഡൻസ് ആണ്. നിങ്ങൾ മാക്സിമം ടെലിഗ്രാം ചാനലിൽ ഞാൻ 2-3 ചാനൽ പറയാം. RB എന്ന് പറയുന്ന ആ ചാനൽ, QMax എന്ന് പറഞ്ഞ ചാനൽ, ഈ 2 ചാനലും മതി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ ആ പുള്ളിറ്റ്സ് എന്ന് പറഞ്ഞ ചാനൽ അതൊന്നും വേണ്ട. RB എന്ന് പറയുന്ന ചാനൽ, QMax എന്ന് പറഞ്ഞ ചാനൽ, ഈ 2 ചാനലും മതി. പിന്നെ നിങ്ങൾക്ക് പെയ്ഡായിട്ട് എവിടെയെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ. വേറെ ഒരു ടെലിഗ്രാം ചാനലിൻ്റെയും ആവശ്യം നിങ്ങൾക്കില്ല. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ കിട്ടും, അപ്ഡേറ്റ്സ് എല്ലാം ഇതിനകത്ത് കിട്ടും. ഇത് 2ലും കിട്ടും. അപ്പോൾ ഇതിന് ഇല്ലാതെ വേറൊരു ചാനലില്ല. ബാക്കി ഗ്രൂപ്പുകൾ, ഞാൻ വീണ്ടും പറയുന്നു, ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പുകളില്ലാതെ എപ്പോഴും സിമിലറായിട്ട് നിൽക്കുമ്പോൾ ഒരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര്, ഒരു 10-500 പേരൊരു ഗ്രൂപ്പാണ്.
അപ്പോൾ അതിൽ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു മാത്സിൻ്റെ നിങ്ങൾക്ക് പഠിക്കണം, അപ്പോൾ മാത്സിന് ബെസ്റ്റ് കോഴ്സ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഒരു ക്ലാസ് പറയും. അപ്പോൾ അതായിരിക്കത്തില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് തോന്നുന്നത്. അത് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്? അതിനകത്ത് ഒരു 6 മാസം 7 മാസം ആ ക്ലാസ് കണ്ട് ഒന്നും ആവുന്നില്ല എന്ന് മനസ്സിലാവുമ്പോഴായിരിക്കും നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരിക്കലും നിങ്ങളുടെ ഒരേ ലെവലിൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരാണെങ്കിൽ ഓക്കെ, അല്ലാതെ ഒരേ ലെവലിൽ നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, അവർ എന്ത് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ? അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യൂല എന്നുള്ള കാര്യം നമ്മൾ അനുഭവിച്ചറിഞ്ഞാലേ പറ്റും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. വേറൊരു കാര്യം പറയുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്ക് ഇത് കാണുമ്പോൾ ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി തന്നെ ഒരു 2 മണിക്കൂർ അല്ല 1 മണിക്കൂർ എടുക്കേണ്ടി വരും, എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളായിരുന്നു. അത് ഒരിക്കലും ഒരു എഫക്റ്റീവായിട്ട് മാത്സിൻ്റെ കാര്യമാണ് പറയുന്നത്. മാത്സ് പഠിക്കേണ്ട ഒരു സ്ട്രാറ്റജി അല്ലത്, ഡൗട്ട് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പഠിക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഓക്കെ, പണ്ട് അധികം ക്ലാസ്സുകളൊന്നുമില്ല, നമ്മൾ ഓഫ്ലൈനിൽ പോയി പഠിക്കണമായിരുന്നു, അറിയാവുന്നവർ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഓഫ്ലൈനിൽ പോയി പഠിച്ചവർ. ഇപ്പം അങ്ങനെയല്ല, ഓൺലൈൻ അത്രമാത്രം കണ്ടന്റ് ഉണ്ട്. എന്ത് തിരഞ്ഞെടുക്കണം എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. അതൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മാക്സിമം നിങ്ങൾ ചാനൽസ് ഇത് രണ്ടും മതി, ഗ്രൂപ്പുകളിൽ നിന്നും മാക്സിമം ഒഴിവായി നിൽക്കുക. മാക്സിമം എല്ലാ ചാനലുകളും ലെഫ്റ്റ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജിയാണ്, വലിയ ഒരുപാടൊന്ന് പരിപാടികളൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി. അപ്പോൾ ആദ്യത്തെ പരിപാടി ടെലിഗ്രാമിൽ നിന്നുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിൽ നിന്നും ഒരുപാട് ബുക്കുകളും PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ടെലിഗ്രാമിൽ ഒരുപാട് ആൾക്കാർ ഇത് ഡൗട്ട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ 2 ചാനൽ മാത്രം മതി. പിന്നെ നിങ്ങൾ പെയ്ഡായിട്ട് ക്ലാസ് എടുക്കുന്നത്, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ചാനൽ മാത്രം മതി. ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ നിന്നല്ല, സജഷൻ മാത്രമാണ് ചെയ്യുക. അതുപോലെ ബാക്കി സോഷ്യൽ മീഡിയയുടെ കാര്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്ന ആൾ എത്രത്തോളം ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ചൂസ് ചെയ്യാം. അല്ലാതെ ഒരുപാട് പേരെ ചെയ്യേണ്ട ആവശ്യമില്ല. വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, യൂട്യൂബിലെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചാനൽ പോലെ, ഞാൻ മലയാളത്തിലെ കാര്യം മാത്രം എടുക്കുകയാണ്, ഈ ചാനൽ പോലെ മാഗ്നാമെൻറ്റർ മലയാളം എന്ന ചാനൽ പോലെ കേരളത്തിൽ വേറെ ഏതെങ്കിലും ഒരു ചാനലുണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഏതെങ്കിലും ചാനൽ ഇതേപോലെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 3-4 മാസം കൊണ്ട് എന്ത് ചെയ്യും, അവർ നിർത്തിപ്പോവും, അല്ലെങ്കിൽ വീഡിയോസ് നിർത്തിപ്പോവും. ഞാനിപ്പോൾ 1.5 വർഷം കൊണ്ട് 1.5-2 വർഷം ഞാൻ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ എന്തിനായിരിക്കും ആൾക്കാർ, ഇപ്പം അക്കാഡമീസ് ഉണ്ട്, ഒരുപാട് അക്കാഡമികൾ, അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്തിനായിരിക്കും യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ്സിൽ ഇടുന്നത്? അവരുടെ ക്ലാസ് കാണിച്ച്, അവരുടെ ക്ലാസ് ഇങ്ങനെയൊക്കെയാണ്, അവരുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ്, അവരുടെ കോഴ്സ് പർച്ചേസ് ചെയ്യിപ്പിക്കാനാണ്, അല്ലെങ്കിൽ കോഴ്സിനെ പറ്റി അറിയിക്കാനും അവരുടെ ജോലിയാണ്, അവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്. അവർക്ക് ശമ്പളം പൈസ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വരും, നമുക്ക് ഈ ജോലി പോലെ അവർക്ക് എന്ത് ചെയ്യണം, അതിലൂടെയുള്ള വരുമാനമാണ് അവരുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റാഫിന് പൈസ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് യൂട്യൂബ് ചാനൽസ് എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ മോട്ടീവ് എന്തായിരിക്കും, നമ്മളുടെ കോഴ്സ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫസ്റ്റ് മിസ്റ്റേക്കാണ്. ഒരിക്കലും യൂട്യൂബ് ചാനൽസിൽ നിന്ന് എന്ത് ചെയ്തില്ല, നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ വീണ്ടും എഴുതിത്തരാം. ആര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാഗ്നാമെൻറ്റർ ദിശ, അവിടെയാണ് നമ്മളുടെ ചാനൽ. എൻ്റെ ചാനൽ എനിക്ക് അല്ലാതെ നിലനിൽക്കാനോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ ഒന്നും അല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഇതെനിക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ ഉപയോഗിച്ച കാര്യങ്ങളും എനിക്ക് കിട്ടാതെ ഇരുന്ന ഗൈഡൻസും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും കൊടുക്കുക. ഒരുപാട് പേര് എനിക്ക് മെയിൽ അയക്കുന്നുണ്ട്, മെയിൽ അയച്ചിട്ട് എനിക്ക് പേഴ്സണലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കിട്ടാതിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക, എനിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരിക, ഏറ്റവും ബെസ്റ്റായിട്ട് തരിക. അതിനുവേണ്ടിയാണ് ഈ ചാനൽ. അപ്പോൾ ഈ ചാനൽ എന്നും നിങ്ങൾക്ക് കാണും, അത് വ്യത്യസ്തമായിട്ട്, എല്ലാ ചാനലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ചാനൽ എന്നും ഉണ്ടാവും. അപ്പോൾ അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞാൻ പറയുന്നു, എനിക്കിപ്പോൾ സമയപരിമിതികളുണ്ട്. നിങ്ങൾ കണ്ടതല്ല മാത്സ് എന്നൊക്കെ പറയുന്നത്, ആ ഒരു ലെവലിൽ സ്ട്രക്ചേർഡ് വേയിൽ നിങ്ങൾ പഠിക്കണം. യൂട്യൂബിൽ ഒന്നാമത്തെ കാര്യം, ബാക്കി ചാനൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചാനലിൽ ഞാൻ മാത്സ് മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ റീസണിങ്ങിൻ്റെ, ഇംഗ്ലീഷിൻ്റെ കാര്യവും GK യുടെ കാര്യമൊക്കെ പറയാം. എല്ലാ സബ്ജക്റ്റുകളും തരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ 2025 എക്സാമിന് പഠിക്കുന്നവർ പെയ്ഡ് ക്ലാസ് എടുത്തിരിക്കണം. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം, എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ യൂട്യൂബിൽ ഒന്നാമത്തെ പ്രശ്നം, ഈ ഒരു നമ്മുടെ മാഗ്നാമെൻറ്റർ ചാനൽ എക്സെപ്ഷനാണ്. മാഗ്നാമെൻറ്റർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ബാക്കി ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തില്ല.
അതിൽ നിന്നും ഒരു 80% അവരുടെ കണ്ടന്റ് ഫുള്ളായിട്ട് അവർ എന്ത് ചെയ്യത്തില്ല, യൂട്യൂബിൽ തരത്തില്ല. 70% മാത്രമേ കിട്ടത്തുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക, അത് എന്തായാലും. രണ്ടാമത്തെ കാര്യം യൂട്യൂബിലുള്ള ഡിസ്ട്രാക്ഷനാണ്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിൻ്റെ താഴെ സജഷൻ ഒരുപാട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള, ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും, ചിലപ്പോൾ സിനിമയുടെ ഇതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സീരിയലായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കും സജഷൻ വരുന്നത്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് വന്നു കഴിഞ്ഞാൽ പോയി, നിങ്ങളുടെ സമയം അത്രയും വേസ്റ്റാണ്. എന്നാൽ ഇത് ഡൗൺലോഡ് ചെയ്തൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോഴും ഈ ക്വാളിറ്റി കണ്ടന്റിന്റെ പ്രശ്നം അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് മാഗ്നമെന്ററിനെ ഫുള്ളായിട്ട് എന്ത് ചെയ്യാം, റിലേ ചെയ്യാം. ഇനി രണ്ട് കാര്യം പറഞ്ഞു. ഒന്നാമത് നമ്മുടെ ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞു, രണ്ടാമത് ഡിസ്ട്രാക്ഷൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൊണ്ട് യൂട്യൂബിലുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും യൂട്യൂബിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ സോഴ്സ് ആയിട്ട്, പക്ഷെ അതിൽ എത്ര സ്ഥലത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് ഡൗട്ടാണ്. നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുള്ളപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മുടെ കൊറോണയ്ക്കൊക്കെ മുമ്പ് നിങ്ങൾ ഒരുപാട് പേരുള്ള എനിക്ക് പൈസ ഇല്ല എന്ന് പറയാം. നിങ്ങൾ ബീഹാറിലും അങ്ങോട്ട് നോർത്ത് സൈഡിലുള്ള കുട്ടികളുണ്ട്, SSC ഒക്കെ പഠിക്കുന്നവർ. അപ്പോൾ അവർ ഈ ഇംഗ്ലീഷും അല്ലെങ്കിൽ മാത്സും ഒക്കെ പഠിക്കാൻ വേണ്ടി കൊറോണയ്ക്കൊക്കെ മുമ്പ് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ 12,000, 15,000 മുതൽ 15,000 വരെയുള്ള പൈസ കൊടുത്ത് അവിടെ പോയി നിന്ന് പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പം നമുക്ക് ഓൺലൈനിൽ ഇപ്പം മാത്സ് മാത്രമാണെങ്കിൽ ഒരു 1,500 രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റും ഒരു 5,000 അല്ലെങ്കിൽ 6,000, മാക്സിമം 6,000 അല്ലെങ്കിൽ 7,000 രൂപയ്ക്ക് ഹൈ ക്വാളിറ്റി ക്ലാസ് അവിടെ കിട്ടിയിരുന്ന, ഡൽഹിയിലൊക്കെ കിട്ടിയിരുന്ന അതേ ലെവലുള്ള ക്ലാസ്സിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും നിങ്ങൾ പൈസ ഇല്ലാത്തത് കൊണ്ട് പഠിക്കുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു 2 മാസം കൊണ്ടെങ്കിലും ഇത് സെറ്റാക്കാൻ പറ്റും. ആരും അങ്ങനെയല്ല, അത് മനസ്സിലാക്കുക. അത് എത്ര പറഞ്ഞാലും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പൈസ മുടക്കില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് പൈസ മുടക്കുന്നത്? ഞാൻ ഇത്രയ്ക്ക് പാവപ്പെട്ടവരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷന് വേണ്ടി, റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. ആരെയും പാവപ്പെട്ടവരാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് സ്ട്രക്ചറാണുള്ളത്. ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി എന്തുണ്ട്, നമ്മുടെ യൂട്യൂബിലുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ടിൻ്റെ കാര്യം, നിങ്ങളിപ്പോൾ ബാക്കിയുള്ളവർ അതിൽ നിന്നും കിട്ടുന്ന 100% കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് 60% കിട്ടത്തുള്ളൂ. അതും കൺഫ്യൂഷനും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നതും ഇതിനെ കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ സോഴ്സ് ചെയ്യണം? അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും, എന്നാൽ യൂട്യൂബ് അല്ലാതെ ഓരോ സബ്ജക്റ്റിനും എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ ടൈമാണ് ഇപ്പോഴത്തെ ടൈം. ഈ ടൈം നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ മണിയാണ്. എപ്പോഴും ടൈമാണ് എല്ലാം. ടൈം ഇപ്പോൾ ഉള്ള ടൈം അത് ഉപയോഗിക്കുക. അത് പൈസയ്ക്കായും വലുതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് സ്ട്രാറ്റജി വേണമെന്നുണ്ടെങ്കിൽ ഐസൊലേറ്റ് യുവർ സെൽഫ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഐസൊലേറ്റ് ചെയ്യുക. എത്ര നാളത്തെങ്കിലും മിനിമം ഒരു 6 to 8 മാസം. ഒരിക്കലും നിങ്ങൾക്ക് 6 മാസത്തിൽ കുറഞ്ഞ് ഞാൻ ആരെയും കണ്ടിട്ടില്ല. 6 മാസത്തിൽ കുറച്ച് SSC പഠിച്ച് ജോലി കിട്ടുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പേഴ്സണലായിട്ട് എനിക്കറിയില്ല. അത്ര സെറ്റായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും? അത് പറ്റുമായിരിക്കും. യെസ്. അപ്പോൾ 6 to 8 മാസം എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ നടത്താതെ നിങ്ങൾക്ക് 6 മാസം മിനിമം നിങ്ങൾ ചെയ്യണം. പിന്നെ ടീച്ചേഴ്സിനെ ഫിക്സ് ചെയ്യുക. അത് ഞാൻ ഇന്ന് സെറ്റാക്കി തരാം. ടൈം ടേബിൾ എന്ന് പറഞ്ഞ പരിപാടി ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഒരുപാട് പേര് പറഞ്ഞു ഡെയിലി ടൈം ടേബിൾ ഇടുമോ, ഡെയിലി സ്ട്രാറ്റജി ഇടുമോ? ഒരിക്കലും പറ്റില്ല. ഡെയിലി സ്ട്രാറ്റജി, എൻ്റെ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഒരിക്കലും വർക്ക് ആകത്തില്ല. ഞാൻ ഇടുന്ന ടൈം ടേബിൾ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇടുന്ന ടൈം ടേബിൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഒരിക്കലും വർക്ക് ആകത്തില്ല. ടൈം ടേബിൾ എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഒരു 2 ആഴ്ച ചെയ്യുമായിരിക്കും. പിന്നെന്താണ്? അത് ഫ്ലോപ്പാണ്. ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. ടാർഗറ്റ് എന്തൊക്കെയാണെന്ന് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ ടാർഗറ്റാണ് ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ടൈം ടേബിൾ എന്ന് പറഞ്ഞ പരിപാടി സ്കൂളിൽ രാവിലെ 9 to 10 മണി വരെ ഇത് ചെയ്യണം. നടക്കത്തില്ല, പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അങ്ങനെ മനസ്സിലാവും. അപ്പോൾ ടൈം കൊടുക്കുക. നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ വീക്ക്നെസ്സും അനുസരിച്ച്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അതിന് ടൈം കൊടുക്കുക. അതിനനുസരിച്ച് ടൈം കൊടുക്കുക. ഒരാൾക്ക് മാത്സ് ആയിരിക്കും വീക്ക്, ഒരാൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മുടെ ഈ കമന്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ വീക്ക് ആയിട്ടുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? കൂടുതൽ ടൈം കൊടുക്കുക. അപ്പോൾ അതാണ് പ്രിപ്പറേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ എല്ലാത്തിനും ഒരേ സമയം കൊടുത്ത് പഠിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഇനി എല്ലാ സബ്ജക്റ്റിനും എന്ത് വേണം? ഒരു പ്ലാനിങ് വേണം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് പ്ലാനിങ് വേണം. അതുപോലെ പേപ്പർ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, അതിനും എന്ത് വേണം? പ്ലാനിങ് വേണം. പേപ്പർ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം, ഓക്കെ, അതിനും പ്ലാനിങ് വേണം. യെസ്. അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് നമ്മുടെ സ്ട്രാറ്റജി വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. CGL സ്ട്രാറ്റജി, അതിനകത്തെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ മെയിൻ കാര്യം, ടു മെനി ബുക്സ്. ഒരുപാട് ബുക്ക്. ഒരു സബ്ജക്റ്റ് പഠിക്കാം, മാത്സ് പഠിക്കാൻ തന്നെ ചറവറ ഒരു 2 ബുക്ക് കാണും, കുറേ ബുക്ക് കാണും, കുറേ അവിടുന്ന് നോക്കുള്ള എന്താണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ചാപ്റ്ററിനും ഇപ്പോൾ നമ്മളെ ഓരോ ടീച്ചേഴ്സിൻ്റെ പേര് അറിയാമല്ലോ. മാത്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ
നമ്മുടെ ആദിത്യ രഞ്ജൻ, ഗഗൻ പ്രതാപ്, അങ്ങനെയുള്ള മോഹിത് ഗോയൽ, നമ്മുടെ അഭിനയ് ശർമ്മ, അങ്ങനെ ഒരുപാട് പേരുടെ അബ്ബാസ് അനി അവരുടെ എല്ലാം PDF എടുത്ത് സോൾവ് ചെയ്യുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പണ്ട് 100 ക്വസ്റ്റ്യൻ മാത്സിനുള്ള സമയത്ത് പിന്നെയും പറയായിരുന്നു. ഇപ്പോൾ 30 ക്വസ്റ്റ്യനാണ് മെയിൻസിനുള്ളത്, 25 ക്വസ്റ്റ്യൻ പ്രിലിംസിനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പഠിക്കുക. അപ്പോൾ ഒരുപാട് ഫ്രീ മെറ്റീരിയൽ, ഈ ഫ്രീ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ട്രാപ്പാണ്. അവരുടെ കോഴ്സ് എടുക്കാനുള്ള ഒരു ട്രാപ്പാണ്. അവരുടെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നു. ചിലടത്ത് എന്തോ വലിയ എന്തോ ഇവന്റ്, ലൈഫിൽ ആദ്യത്തെ ഇവന്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വീഡിയോ ഇടും. എന്തിനാണ്? അവരുടെ കോഴ്സ് വിൽക്കാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവരുത്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ആക്ച്വൽ എക്സാം അല്ല. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടാണ്. ഇപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള മോക്ക് എഴുതാത്തവർക്ക് ഓക്കെ അറിയില്ല. എന്നാൽ മോക്കൊക്കെ എഴുതി കുറച്ച് പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവർ, പ്രിലിംസിനൊക്കെ നമ്മുടെ മെയിൻസ് എക്സാമിന് 320, 340 ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്നവർ അവിടെ എക്സാമിന് വേണ്ടി 290 മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ അല്ല ഒരിക്കലും SSC ലെവലിൽ മോക്ക് ഇടാൻ ഇവർക്ക് ഒലീവ് ബോർഡ് ആയിക്കോട്ടെ, ടെസ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, വേറെ ഏതോ ആയിക്കോട്ടെ, അതിനൊന്നും പറ്റില്ല. SSC ലെവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അവരെന്ത് കളയും, നമ്മളെ ഞെട്ടിച്ചാളും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഒരിക്കലും എന്തല്ല, ആക്ച്വൽ എക്സാം അല്ല. എപ്പോഴും നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് സ്കോർ ചോദിക്കുമ്പോൾ, മെയിൻസിന് സ്കോർ ചോദിക്കുമ്പോൾ പറയുന്നത് 320+ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ 320+ അല്ല വേണ്ടുന്നത്, നമുക്ക് പെർസെൻറ്റേജിലാണ് വേണ്ടുന്നത്. പെർസെൻറ്റേജിൽ നിങ്ങൾ 100 പേര് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രാമത്തെ സ്ഥാനത്താണ്, നിങ്ങൾ എത്ര പേരുടെ മുന്നിലാണ്, ഈ പെർസെൻറ്റേജിലായിരിക്കണം എപ്പോഴും നോക്കേണ്ടത് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അത് പ്രീവിയസ് ഇയർ പേപ്പർ ആയാലും നോർമൽ മോക്ക് ടെസ്റ്റ് ആയാലും. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പെർസെൻറ്റേജിൽ നോക്കുക, അല്ലാതെ സ്കോർ നോക്കി ഒരിക്കലും പഠിക്കരുത്. സ്കോർ നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് നമുക്ക് സബ്ജക്റ്റുകളുടെ പ്ലാനിങ് പോകാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ 2024 സ്ട്രാറ്റജി ആയിട്ട് നിങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സബ്ജക്റ്റുകൾ നോക്കുമ്പോൾ മാത്സ്, റീസണിങ്, ഓക്കെ. ഇപ്പോൾ റെയിൽവേക്കാർ, RRBക്കാർ 2024 NTPCക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജി ഉണ്ട്, ഇത് കാണുക. ബാക്കി നിങ്ങൾക്ക് വേണ്ടുന്ന സബ്ജക്റ്റ് ഇതിൽ നിന്ന് ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്താൽ. കാര്യം രണ്ടും നടത്തുന്നത് TCS തന്നെയാണ്. റെയിൽവേയുടെ എക്സാം ഇപ്പോൾ 2021 പോലെ ആയിരിക്കില്ല, പ്രയാസം ഉള്ള എക്സാം ക്വസ്റ്റ്യൻസും വരാം. അതുകൊണ്ട് ബാക്കി ഇംഗ്ലീഷ് മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ സ്ട്രാറ്റജി ഇത് തന്നെ ഫോളോ ചെയ്താൽ. മാത്സ്, റീസണിങ്, ദെൻ ഇംഗ്ലീഷ് ആൻഡ് GK. അപ്പോൾ ഇത്രയും സബ്ജക്റ്റാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് എന്താണ്, മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്. റീസണിങ്ങും അതേപോലെയാണ്, 100% ഗ്യാരണ്ടീഡ് ആണ്. ഇംഗ്ലീഷ് മാർക്ക് ഒരു 90% നമുക്ക് ഗ്യാരണ്ടി, 90 to 100% വാങ്ങുന്ന ആൾക്കാരുണ്ട്. GK എന്താണ്, നോൺ ഗ്യാരണ്ടീഡ് ആണ്. നോൺ ഗ്യാരണ്ടീഡ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിയപ്പോൾ തന്നെ മനസ്സിലായിട്ടാണ്. അപ്പോൾ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള GK എങ്ങനെ മെരുക്കാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. യെസ്. അപ്പോൾ 100% സ്കോർ അടിക്കാം, ഇങ്ങനെ പറയാൻ എളുപ്പമാണ്. മാത്സിന് 100% ഫുൾ മാർക്ക് വാങ്ങാം, ഇംഗ്ലീഷിന് വാങ്ങാം, റീസണിങ്ങിന് വാങ്ങാം, പറയാൻ എളുപ്പമാണ്. പക്ഷെ അതെന്താണ്, ഡിഫിക്കൽട്ടാണ്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കട്ട് ഓഫ് പ്രിലിംസിന് കഴിഞ്ഞ വട്ടം 155 വന്നു, UR 155 വന്നു വെച്ചു. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 160 മാർക്ക് വാങ്ങാനുള്ള, 200-ൽ 160 മാർക്ക് 80% മേളിൽ വാങ്ങാനുള്ള പ്ലാനിങ് ആയിരിക്കണം നമ്മളെ ഉള്ളത്. റോ സ്കോർ ഇത്രയും വാങ്ങണം, ആ ഒരു പ്ലാനിങ് നിങ്ങളെയും വേണം. പേടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പേടിച്ചിരുന്നാൽ നിങ്ങളുടെ സീറ്റ് പോയി, അത്രേ ഉള്ളൂ. പേടിച്ചിരുന്നാൽ നിങ്ങളുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. പേടിച്ചിരുന്നവർക്കുള്ള അല്ല ഇത്, അതിന് കുറച്ച് ധൈര്യം, അതൊക്കെ നമ്മളുടെ എന്ത് ചെയ്യും, പ്രിപ്പറേഷനകത്ത് വരുന്നതാണ്. ഈ ഫേസിലെല്ലാം കടന്നു പോയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പം അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുക. അത് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം ചെയ്ത് നോക്കുക. അപ്പോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ടൈമിന് വാല്യൂ കൊടുക്കുക. ഇപ്പോൾ റീസണിങ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓരോന്നിൻ്റെയും പറയാം. റീസണിങ് ഞാൻ 50 മണിക്കൂർ ഞാൻ റീസണിങ് പഠിക്കുന്നു, GKക്ക് ഞാൻ 50 മണിക്കൂർ പഠിക്കുന്നു. ഇതിലേതിലായിരിക്കും എനിക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്? നിസ്സംശയം പറയാൻ റീസണിങ്ങിലായിരിക്കും. കാര്യം റീസണിങ്ങിന് ഞാൻ 50 മണിക്കൂർ കൊടുത്താൽ എനിക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ GKക്ക് ഞാൻ കൊടുക്കുന്ന 50 മണിക്കൂർ, അതിന് എത്ര ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് തമ്പുരാൻ അറിയും. എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കും. ചിലപ്പോൾ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതിരിക്കാം, അത്രയ്ക്ക് വാസ്റ്റാണ് GK എന്ന്. അപ്പോൾ ടൈമിൻ്റെ വാല്യൂ മനസ്സിലാക്കാം. ഇപ്പോൾ GKക്ക് ഒരിക്കലും ഒരു ദിവസം മൊത്തം ഇരുന്ന് 6 മണിക്കൂർ 7 മണിക്കൂർ GK അങ്ങ് പഠിക്കാം. GKക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. GK ആണ് മെയിൻ, GK ആണ് റാങ്ക് മേക്കിംഗ്, GK ആണ് സെറ്റ് എന്ന് പറഞ്ഞിട്ട് 6 മണിക്കൂർ GK പഠിക്കാൻ തരുന്നത് അവിടെ പോയി. ബാക്കി 3 സബ്ജക്റ്റ് നിങ്ങൾ ഈ 100% മാത്സ്, റീസണിങ് 100%, ഇംഗ്ലീഷ് 90 to 100%, ഈ ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചോ, GK 6-7 മണിക്കൂർ പഠിച്ചോ, അത് നിങ്ങളെ റാങ്കിലോട്ട് കൊണ്ടുപോകുന്ന വഴിയാണ്. അത് മനസ്സിലാക്കുക. ബിഗിനറായിട്ടുള്ളവർ ഒരിക്കലും GKക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, GK ഭയങ്കര റാങ്ക് ചേഞ്ചിങ് ആണ്, റാങ്ക് മേക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ബിഗിനറായിട്ടുള്ളവർ, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്തവർ, സിലബസിൻ്റെ കാര്യം പറയാം, ഒരിക്കലും കയറി GKക്ക് ഇത്രയും സമയം കൊടുത്ത് പോകരുത്. അത് വീണ്ടും റിക്വസ്റ്റാണ് ഞാൻ പറഞ്ഞത്, ഈ ടെലിഗ്രാമിലെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ ഒരിക്കലും GKക്ക് അത്ര സമയം കൊടുക്കരുത്.
ബാക്കി പ്രോ ആയിട്ടുള്ളത് ഇത് മൂന്നും പഠിച്ച് സെറ്റായി. നിങ്ങൾക്ക് ഇതിൽ മെയിൻസിൻ്റെ എക്സാം എഴുതുന്നു അല്ലെങ്കിൽ പ്രിലിംസ് എഴുതുന്നു, ഇതിനകത്ത് 90% എബോ മാർക്ക് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, GK കൂടുതൽ സമയം കൊടുക്കുക, ഒരു പ്രശ്നമില്ല. ഇത് പ്രാക്ടീസ് മാത്രം മതി. പക്ഷെ അല്ലാത്തവർ മാത്സിനേക്കാളും കൂടുതൽ ഫ്രഷേഴ്സ് മാത്സിനേക്കാളും റീസണിങ്ങിനേക്കാളും കൂടുതൽ ടൈം GK കൊടുത്താൽ അതെന്താണ്, അത് ആദ്യത്തെ തെറ്റാണ്, അത് ഏറ്റവും വലിയ തെറ്റാണ്. അവരൊരിക്കലും കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല. കാര്യം ഇതെല്ലാം സെറ്റായിട്ടിരിക്കുന്നവരോടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. അപ്പം എങ്ങനെ സെറ്റാവുന്നതൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. ആദ്യമേ നമുക്ക് നമ്മുടെ മാത്സിലോട്ട് പോകാം. മാത്സിൻ്റെ കാര്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം മാത്രം ചെയ്യും. നമ്മളുടെ മാഗ്നാമെന്റം ചാനൽ ഞാൻ തുടങ്ങിയത് മെയിൻലി മാത്സിനെ ക്ലാസ് തരാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ തുടങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ രണ്ടാമത്തത് അവരുടെ കോഴ്സ് വിൽക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് റവന്യൂവിലും അല്ലെങ്കിൽ എനിക്ക് കോഴ്സോ ഒന്നുമില്ല. അപ്പോൾ അതിൽ രണ്ടും ഒരിക്കലും ഉണ്ടാകത്തുമില്ല. നിങ്ങൾക്ക് മാക്സിമം നല്ല ക്വാളിറ്റി കണ്ടന്റ് തരിക എന്നുള്ള രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ മാഗ്നാമെന്റിൽ നിന്നും സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷേ അതിന് എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. ടൈം എന്ന് പറഞ്ഞൊരു ഫാക്റ്റാണ്. ഞാൻ തരുന്ന ക്വാളിറ്റി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കും. ഒരിക്കലും എനിക്ക് എടിപിടിയൊന്നും തരാൻ പറ്റില്ല. അപ്പം എൻ്റെ സമയവും എൻ്റെ കാര്യങ്ങളും അതൊക്കെ ഉണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയാണ് ഈ ചാനൽ. അപ്പോൾ ഈ മാഗ്നാമെന്ററി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മാത്സിന് എന്നും അതെങ്ങനെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നും ഒരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളവരിൽ നിന്നും നിങ്ങളെ സെറ്റാക്കുന്ന. അപ്പോൾ ഇത് യൂട്യൂബ് ചാനലിൻ്റെ മാഗ്നാമെന്ററി യൂട്യൂബ് ചാനലിൻ്റെ കൂടെ എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. ഞാൻ പറയുന്ന കാര്യം 3 കാര്യങ്ങളേ ഉള്ളൂ മാത്സ് നിങ്ങൾക്ക് സെറ്റാക്കാൻ വേണ്ടി. ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം, അപ്പോൾ ഞാനൊരു സമയം ഇത് കംപ്ലീറ്റ് ആക്കും. നമ്മുടെ ഏകലവ്യ ബാച്ച്, അർജുന ബാച്ച്, പിന്നെ വേറെ വരുന്ന ബാച്ചുകളുണ്ട്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിങ്ങളെടുത്ത് വേറെ ഒരു സോഴ്സ് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ 2025 എക്സാം പഠിക്കുന്നവർ, 2025 സ്ട്രാറ്റജി ആണല്ലോ ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ 2025 എക്സാംസ് ടാർഗറ്റ് ചെയ്യുന്നവർ ഈ യൂട്യൂബ് ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഞാൻ വീണ്ടും പറയണം, യൂട്യൂബ് ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത്. ഇപ്പോൾ അവിടെ വരും, എനിക്ക് പൈസ ഇല്ല, ഞാൻ പാവപ്പെട്ടവരാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ഇത് വരരുത്. കാര്യം നിങ്ങൾ എങ്ങനെ ആയാലും കുഴപ്പമില്ല, പൈസയ്ക്ക് നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് വെക്കോ, പ്രശ്നമില്ല. ഒരു ദിവസം കൂലിപ്പണിക്ക് വെക്കോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ കാറ്റിറങ്ങി വെക്കോ, പൈസ ഉണ്ടാക്കിയിട്ട് അതിന് വെച്ച് പഠിക്കും. പൈസ ഇല്ലാത്തവർ എങ്ങനെയായാലും നിങ്ങൾ പഠിക്കണം. അതിനുള്ള സോഴ്സ് ഞാൻ പറഞ്ഞാൽ 3 കാര്യങ്ങൾ. അതിലെ ഒന്നാമത്തെ കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എഴുതാം കാൽക്കുലേഷൻ്റെ. ഓക്കെ അതിന് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ മാഗ്നാമെന്ററി മാത്രം ഈ 2025 എക്സാമിന് മാത്രമായിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂട്യൂബ് മാഗ്നാമെന്ററിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രം എന്നാണ് പറയുന്നത്. അതിന് 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. മാക്സിമം 3 കാര്യങ്ങൾ, വേറെ ഒന്നും ചെയ്യണ്ട. ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നെല്ലാം ലെഫ്റ്റ് ആയിക്കോ. ഒന്നാമത്തെ കാര്യം, ഒരു പെയ്ഡ് ക്ലാസ് അത്യാവശ്യമാണ്. പെയ്ഡ് ക്ലാസ് എൻ്റെ സജഷൻ ഞാൻ പറയാം. നിങ്ങൾ നമ്മുടെ മലയാളത്തിൽ തന്നെ ക്ലാസ് മതി. ദിശ അക്കാഡമി ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് എടുക്കാം. അക്കാഡമിയിലെ CGL കോഴ്സ്, അതിലുള്ള മാത്സ് ക്ലാസ് CGL കോഴ്സ് എടുക്കാം. അതിൽ ഫൗണ്ടേഷൻ ബാച്ച്, ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ വെറും ബേസ് മാത്രമല്ല, നിങ്ങളുടെ കംപ്ലീറ്റ് സാധനങ്ങളും ഒരു SSC എക്സാമിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. റെയിൽവേ പഠിക്കുന്നവർ ഇത് മാത്രം പഠിച്ചാൽ മതി. ഫൗണ്ടേഷൻ ബാച്ച് മാത്രം പഠിച്ചാൽ അതിൻ്റെ കൂടെ CGL ലെവലിലുള്ള ക്ലാസ്. ഇത്രയും ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആക്കുക. എന്തൊക്കെയാണോ അവിടെ ഗൈഡൻസ് പറയുന്നത്, എന്തൊക്കെയാണോ അവിടെ ചെയ്യാൻ പറയുന്നത്, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കി പോവുക. ഇതിൽ ഒരു ഫൗണ്ടേഷൻ ബാച്ച്, ഇപ്പോൾ ഒരു പെർസെൻറ്റേജ് ഒരു ചാപ്റ്റർ എടുത്താൽ പഠിക്കേണ്ട എങ്ങനെയാണെന്ന് പറയാം. സിമ്പിളാണ്. പെർസെൻറ്റേജ് ചാപ്റ്റർ എടുത്താൽ പെർസെൻറ്റേജിൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് കാണുക, പെർസെൻറ്റേജിൻ്റെ CGL ലെവൽ ബാച്ച് കാണുക. പിന്നെ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള പിനാക്കിളിൻ്റെ പ്രീവിയസ് ബുക്ക്, വേറെ ഒരു ബുക്കും വേണ്ട, പിനാക്കിളിൻ്റെ PYQ ബുക്ക് ലേറ്റസ്റ്റ് എഡിഷൻ. ഇനി പറയും ലേറ്റസ്റ്റ് അല്ല, എൻ്റെ കയ്യിൽ 5ാമത്തെ എഡിഷനാണ്, പഴയ എഡിഷനാണ് ഉള്ളതെങ്കിൽ എവിടെ വരെയാണോ അത് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത് കഴിഞ്ഞ് വന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് RB എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലുണ്ട്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ഇതിൽ നിന്നും എടുക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾ പുതിയ ബുക്കൊന്നും വാങ്ങാൻ നിൽക്കേണ്ട. പുതിയ ബുക്ക് പിനാക്കിളിൻ്റെ ബുക്കല്ല കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ, ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൻ്റെ ഫിഗറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് എഡിഷൻ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ബാച്ച്, CGL ബാച്ച്, പിന്നെ പിനാക്കിളിൻ്റെ ബുക്ക്. ഇത് കഴിഞ്ഞാലേ, ഒരു വട്ടം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളുടെ ഈ പെർസെൻറ്റേജ് ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മാഗ്നാമെന്ററിൽ ഞാൻ എന്തൊക്കെ വീഡിയോ പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കാണാം. പെർസെൻറ്റേജ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അത് കാണാം. അത് നിങ്ങളെ കൂടുതൽ ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ നിങ്ങളെ എന്ത് ചെയ്യും, സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ 4 കാര്യങ്ങൾ ചെയ്താലാണ് നിങ്ങളുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നത്. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറയാം. 3 കാര്യങ്ങളേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യം പറയാം, ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ.
എല്ലാവർക്കും വേണ്ടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ. അതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. ഒരു ചാപ്റ്റർ ഇപ്പോൾ പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൽ ഈ ഒരു കോഴ്സിനകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെൻറ്റർഷിപ്പ് കിട്ടും. എങ്ങനെയാണ് മാത്സ് പഠിക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം. മാത്സ് ഡയറക്റ്റ് പെർസെൻറ്റേജ് തുടങ്ങുമല്ല, അതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്, അതെങ്ങനെ പഠിക്കണം, കാൽക്കുലേഷൻ്റെ കാര്യം നോക്കണം, അതെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്, അതെല്ലാം ഈ ഒരു കോഴ്സിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് എൻ്റെ സജഷൻ, നിങ്ങൾക്ക് വേറെ ഏത് സെറ്റായിട്ട് തോന്നുന്ന ഇതിലും മികച്ചൊരു ക്ലാസ് ഇല്ല, അത് ഞാൻ ഉറപ്പ് തരാം. കേരളത്തിൽ ഇതിലും മികച്ചൊരു ക്ലാസ് ഇല്ല. ഇനി നോർത്ത് ഇന്ത്യൻ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, ഒരു മാത്സിൻ്റെ ക്ലാസ് 500 ക്ലാസ് ആയിരിക്കും. മെയിൻ ആൾക്കാരൊക്കെ 500 ക്ലാസ് ആയിരിക്കും. ഇത് പഠിച്ച് തീർന്നിട്ട് നിങ്ങൾ 2025 എക്സാം എഴുതാനാണെങ്കിൽ നടക്കത്തില്ല. ഇനി ഏത് എക്സാം എടുക്കാനാണെങ്കിലും ഇത് കംപ്ലീറ്റ് ആക്കാൻ തന്നെ ഒരു ദിവസം നിങ്ങൾക്കൊരു 4 മണിക്കൂർ മിനിമം വേണം. ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് ആണ്. ലൈവ് ക്ലാസ് ആണെങ്കിൽ 6 ക്ലാസ്, 2 ക്ലാസ്സൊക്കെ വെച്ചാൽ ചെയ്യുന്നത്. അത് ക്ലാസ് മാത്രം കണ്ടാൽ പോരല്ലോ, അത് പഠിച്ചെടുക്കണ്ടേ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് വേറെ ഏത് പ്ലാറ്റ്ഫോം വേണമെങ്കിലും എടുക്കാം. എന്തായാലും ഒരു പെയ്ഡ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ സജഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പോൾ എങ്ങനെയാലും പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുത്തു, ഈ ഒരു ക്ലാസ്സിൽ തുടക്കത്തിൽ പറയുന്നുണ്ട് മാത്സ് തുടങ്ങുന്നവർ ഫ്രഷർ ആയിട്ടുള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം, അത് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിളാണ്. പെർസെൻറ്റേജ് ആണെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ച്, ഫൗണ്ടേഷൻ ലെവലിലുള്ളത്, CGL ലെവലിലുള്ളത്, അങ്ങനെ തന്നെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാഗ്നാമെന്ററിൽ ഞാൻ എന്തൊക്കെ പെർസെൻറ്റേജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാഗ്നാമെന്ററിൽ തരുന്ന ക്ലാസ്സുകൾ, അതിൻ്റെ കൂടെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു ഐഡിയ ആവും, ട്രിക്കുകളൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് മാത്സ് എന്ന് മനസ്സിലാവും. എന്നിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പിനാക്കിളിൻ്റെ ബുക്ക് ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ തന്നെ, ഈ ചെയ്യുന്ന കൂടെ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യാം, ചാപ്റ്റർ ടെസ്റ്റുകൾ. ഒരിക്കലും മോക്ക് ടെസ്റ്റ് ചെയ്യരുത്. പഠിച്ചു തീരാതെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യരുത്. മാത്സ് പഠിച്ചു തീരാതെ ഇങ്ങനെ പഠിക്കാതെ ഒരിക്കലും മോക്ക് ടെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആയിട്ടിരിക്കുന്നവരാ, മാത്സ് ഒരിക്കലും 30 സ്കോറൊക്കെ കിട്ടുന്നുള്ളൂ. അവരൊക്കെ എന്ത് ചെയ്യുക, ഇത് ചെയ്യാം. ഫ്രഷർ ആയിട്ടുള്ളവരാ, തുടങ്ങിയിട്ടേ ഉള്ളൂ, അവരിത് ചെയ്യാം. എന്താ മോഡറേറ്റ് 30-35 കയറുന്നില്ല, അവരെന്ത് ചെയ്യുക, ഇത് ചെയ്യാം. ഒരു പ്രശ്നമില്ല. 45+ ഉള്ളവർ പെയ്ഡ് ക്ലാസ് എടുക്കണമെന്നില്ല. മാഗ്നാമെന്ററിന്റെ ക്ലാസ് കാണുക, പിനാക്കിളിന്റെ ബുക്ക് ചെയ്യുക, ചാപ്റ്റർ ടെസ്റ്റ് വീണ്ടും ചെയ്യുക. അവരൊക്കെ ഓൾറെഡി മോക്കൊക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്താ, ഒരു ചാപ്റ്റർ എടുത്തു, ഫൗണ്ടേഷൻ ബാച്ച്, CGL ലെവല്, പിന്നെ മാഗ്നാമെന്ററിലെ പെർസെൻറ്റേജിന്റെ ക്ലാസ്, അതുപോലെ ചാപ്റ്റർ ടെസ്റ്റും പിനാക്കിളിന്റെ ബുക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് പിനാക്കിൾ ചെയ്യുന്നതിൻ്റെ 3/1 അല്ലെങ്കിൽ 4/1 സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തീർക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ തീർക്കേണ്ടതെന്ന് നമ്മുടെ എങ്ങനെ ബുക്ക് ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ 24 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നുകൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം കാൽക്കുലേഷൻ. ഇപ്പോൾ കാൽക്കുലേഷന് നമ്മുടെ കാൽക്കുലേഷൻ്റെ എക്സസൈസ് ഇത് അവിടെ കിടപ്പുണ്ട്. ഈ ഒരു വീഡിയോ പറഞ്ഞ കാര്യം അതുപോലെ ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്ത് ചേഞ്ച് ചെയ്ത ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് ഉണ്ട്. ഡെയിലി രാവിലെ എണീറ്റ് ഇതിൽ പറഞ്ഞ കാര്യം, ഇതൊരു 35 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. എന്തുമായാലും 30 മിനിറ്റിൻ്റെ ടൈമർ ഇട്ടിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യും. 1 മണിക്കൂറോ 45 മിനിറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1 മണിക്കൂറൊന്നും ഇരുന്ന് കാൽക്കുലേഷൻ എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. 30 മിനിറ്റ് ചെയ്യാം. ഒന്നാം ദിവസം ഇതിനകത്തുള്ള പകുതി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ചെയ്യാൻ പറ്റും. രണ്ടാം ദിവസം കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. മൂന്നാം ദിവസം കുറച്ചുകൂടി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാസം 2 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ 30 മിനിറ്റിനകത്ത് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. പിന്നെ ഈ സമയം കുറഞ്ഞ് 15 മിനിറ്റ് തന്നെ എല്ലാം തീർക്കുന്ന രീതിയിൽ നിങ്ങൾ ആയിക്കോളൂ. ആ ഒരു പ്രോസസ്സ് ഡെയിലി ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം 4 കാര്യങ്ങളാണ്. ഫസ്റ്റ് കാര്യം കാൽക്കുലേഷൻ എക്സസൈസ്, ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ്. രണ്ടാമത്തെ കാര്യം പെയ്ഡ് ക്ലാസ് മസ്റ്റാണ്. നിങ്ങൾക്ക് 26 ക്ലാസ് ഉള്ളവർക്ക് ഇപ്പോൾ തന്നെ എടുക്കാം. ഞാൻ സജസ്റ്റ് ചെയ്ത ക്ലാസ് ഉണ്ട്. അതിൽ എല്ലാ മെൻറ്റർഷിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടാണ്. പ്രൂഫ് വെരിഫൈഡ് ആയതുകൊണ്ടാണ് പറയുന്നത്. മൂന്നാമത്തത് എന്താണ്, നമ്മുടെ മാഗ്നാമെന്ററിൻ്റെ ക്ലാസ്, മാഗ്നാമെന്ററിൻ്റെ മാത്സ് ക്ലാസ്. അതൊന്ന് ഞാൻ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് കാണിച്ചു തരാം. മാഗ്നാമെന്ററിൻ്റെ ക്ലാസ്. നാലാമത്, ഇപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അത് പഠിക്കേണ്ട എങ്ങനെയാണ്, ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ തന്നെ പഠിക്കണം. നാലാമത്തത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചാപ്റ്റർ ടെസ്റ്റുകൾ, ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചാപ്റ്റർ ടെസ്റ്റ്. അഞ്ചാമത്തതാണ് നമ്മളുടെ പിനാക്കിൾ ബുക്ക്. ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് സെക്കൻഡ് ചാപ്റ്റർ ഇപ്പോൾ റേഷ്യോ എടുത്തു, പെർസെൻറ്റേജ് കഴിഞ്ഞിട്ട് റേഷ്യോ എന്ത് ചെയ്യണം, ഇതേപോലെ ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ടതാണ്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ്. എന്ത് സംഭവിച്ചാലും പഠിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും രാവിലെ എണീറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. പെയ്ഡ് ക്ലാസ് കണ്ടു, മാഗ്നാമെന്ററിലെ ക്ലാസ് കണ്ടു, ഉണ്ടെങ്കിൽ കാണാം. നാലാമത്തെ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ടെസ്റ്റ് ചെയ്തു. അഞ്ചാമത് പിനാക്കിൾ ബുക്ക് ചെയ്തു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എല്ലാ സൺഡേസിലും റിവിഷൻ നടത്തണം. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്ന് തന്നെ ഞാൻ പറയാം. ഈ പെയ്ഡ് ക്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ മാഗ്നാമെന്ററിലെ യൂട്യൂബ് ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നോട്ട് എഴുതി വെക്കും. വല്ല കാര്യമുണ്ട്? ആരെങ്കിലും വന്ന് നിങ്ങളുടെ നോട്ട് ബുക്ക് നോക്കിയിട്ടാണോ നിങ്ങൾക്ക് ജോലി ചെയ്യുന്നത്? അല്ല,
ഒരിക്കലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്യരുത്. നിങ്ങൾക്ക് ഈ ഒരു പെയ്ഡ് ക്ലാസ്സിൽ നിന്ന് എന്ത് കിട്ടും? ക്ലാസ് നോട്ട് കിട്ടും. ക്ലാസ് നോട്ട് കിട്ടും. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോണിൽ നിന്നും ക്ലാസ് നോട്ട് മാത്രമായിട്ട് എടുത്ത് റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാണും. ഇപ്പം സ്വന്തമായിട്ട് ട്രിക്കുകളൊക്കെ ഒരുപാട് കാണും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് എടുക്കാം. ക്ലാസ് നോട്ട് പ്രിന്റ് എടുക്കാം. ക്ലാസ് നോട്ട് ഈ കഫേയിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രിന്റ് എടുക്കുക. ചെറിയ ചെറിയ പേപ്പറായിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റും. ഒരു പേജിൽ തന്നെ 2-3 സ്ലൈഡുള്ള രീതിയിൽ 2 പേപ്പറിൽ, ഒരു പേപ്പറിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും സൈഡിൽ 6 പേജൊക്കെ വരുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് ക്ലാസ് കണ്ടിട്ട് അതിൽ എഴുതി വെക്കുക. എന്നിട്ട് അത് റിവൈസ് ചെയ്യുക. ഒരിക്കലും നിങ്ങളുടെ വിലപ്പെട്ട ടൈം എന്ത് ചെയ്യരുത്? റിവൈസ് ചെയ്യുക. വിലപ്പെട്ട ടൈം ഒരിക്കലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എഴുതുന്നതിനായിട്ട് മാറ്റി വെക്കരുത്. ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതുന്നതിന് മാറ്റി വെക്കരുത്. ഓൺലി കൺസെപ്റ്റും അതുപോലെ ഇക്വേഷൻസും മാത്രം നോട്ട് ചെയ്യുക. അതൊക്കെ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഫുൾ ഗൈഡൻസും ഇതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അതും പറഞ്ഞു. സൺഡേസിൽ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. എന്ത് റിവിഷൻ ചെയ്യുക? ഈ ക്ലാസ് നോട്ടുകൾ റിവൈസ് ചെയ്യുക. നിങ്ങൾ ഈ ബുക്ക് ചെയ്ത സമയത്ത്, പിനാക്കിളിൻ്റെ ബുക്ക് ചെയ്ത സമയത്ത് നല്ല കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, വീണ്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് റൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും എന്ത് ചെയ്യുക? നിങ്ങൾ റിവൈസ് ചെയ്യുക. അങ്ങനെ റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ റേഷ്യോ കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ എടുത്തു, നമ്മളുടെ CASA എടുത്തു, കോമ്പൗണ്ട് മെട്രിക്സ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതും ഇതേപോലെ ചെയ്യുക. 2, 3, 4, 5 ചെയ്യുക. അത് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? സൺഡേസിൽ റേഷ്യോയും പെർസെൻറ്റേജും റിവൈസ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ റൗണ്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെയ്തപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്ലാസ് നോട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അത് റൗണ്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴും നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലേ? ഇപ്പം നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ട്, സെറ്റായി എന്നുണ്ടെങ്കിൽ ആ റൗണ്ട് മായ്ക്കുക. അങ്ങനെ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ കാര്യം, ഞാൻ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾ അഡ്വാൻസ് മാത്സ് ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും, ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മാത്സിൽ നിങ്ങളെ വെല്ലാൻ ആരും കാണത്തില്ല. ഞാൻ ഉറപ്പ് തരാം. ഫുൾ മാർക്ക് വാങ്ങാനുള്ള കാര്യം നിങ്ങളെ കാണും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര സീരിയസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. ഇത് വീണ്ടും വീണ്ടും വന്ന് നിങ്ങൾക്ക് കാണാം. ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും കാണാം. വേറെ ഒന്നും വേണ്ട. ഇത്രയും കാര്യങ്ങൾ മതി. വേറെ ടെലിഗ്രാം ചാനൽസോ ഒന്നും വേണ്ട. RBE ചാനലിനകത്ത് ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യും. മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ്, പെയ്ഡ് ക്ലാസ്സിലെ ക്ലാസ്, മാഗ്നമെട്രി ഫോളോ ചെയ്യുക കറക്റ്റായിട്ട്. ഇതിൽ എന്ത് വീഡിയോ വന്നാലും, മാഗ്നമെട്രി എന്ത് വന്നാലും അത് കാണുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക്, ചാപ്റ്റർ ടെസ്റ്റ്, പിന്നെ പിനാക്കിളിൻ്റെ ബുക്ക്. ഇതാണ് ആദ്യമായിട്ട് ചാപ്റ്റർ തീർക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്. ഇനി മോക്ക് ടെസ്റ്റിലോട്ട് വന്നാൽ ഇതിപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു, അരിത്തമെറ്റിക് അഡ്വാൻസ്ഡ്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഗുണം എന്താ? നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയി 6 മാസം കൊണ്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കും. 3 മന്ത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതങ്ങ് കംപ്ലീറ്റ് ആക്കും. 3 മാസം കൊണ്ട് നിങ്ങൾ പിനാക്കിൾ ഒരു വട്ടം ചെയ്ത് തീർക്കാം. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റത്തില്ല. 3 മാസം എന്നുള്ളത് ഞാൻ 2025 തന്നെ ജോലി വേണമെന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞത്. 2026 ജോലി മതി എന്നുള്ളവർക്കാണെങ്കിൽ 3 മാസം എന്നുള്ളത് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ചെയ്യും. നിങ്ങൾ എത്ര എഫേർട്ട് കൊടുക്കുന്നു, എന്തായാലും ഇത്രയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്. ഇനി സെറ്റായിട്ടുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, അവർ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു റൗണ്ട് എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എല്ലാ ചാപ്റ്ററും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? പിനാക്കിൾ ഒരു വട്ടം നിങ്ങൾ കംപ്ലീറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. ഇപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ഇതാണ് പെർഫെക്റ്റ് ടൈം ടു സ്റ്റാർട്ട് മാത്സിൻ്റെ മോക്ക് ടെസ്റ്റ് തുടങ്ങാനുള്ള ഏറ്റവും പെർഫെക്റ്റ് ടൈം. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ മോക്കൊന്നും ചെയ്യേണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പം പിനാക്കിൾ നിങ്ങൾ ഒരു വട്ടം ചെയ്തു, സെക്ഷനിൽ ചാപ്റ്റർ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പിനാക്കിളിൻ്റെ ബുക്ക് എടുത്തിട്ട് ഒരു ചാപ്റ്റർ എടുക്കുക, ഫസ്റ്റ് ചാപ്റ്റർ എടുക്കുക. അതിലെ 100 ഇപ്പം നിങ്ങൾക്ക് നല്ല ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കട്ട ഫാസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്കൊരു പിനാക്കിളിൻ്റെ ഫസ്റ്റ് ഒരു 150 ക്വസ്റ്റ്യൻ, 150-200 ക്വസ്റ്റ്യൻ എടുക്കുക. ടൈമർ ഇട്ടിട്ട് ചെയ്യുക. ടൈമർ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. അല്ലെങ്കിൽ 2 ചാപ്റ്റർ എടുത്തിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് 75, മറ്റേ ചാപ്റ്ററിൽ 75, അല്ലെങ്കിൽ 50, 2 ചാപ്റ്റർ ടൈമർ ഇട്ട് ചെയ്യുക. 75 ക്വസ്റ്റ്യന് 75 മിനിറ്റ്. അത് നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് ടൈമർ ഇട്ട് ചെയ്യുക. ഒരിക്കലും ആദ്യമേ അല്ല ടൈമർ ഇട്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ദിവസം അടുത്ത ചാപ്റ്റർ എടുക്കുക, അടുത്ത 2 ചാപ്റ്റർ എടുക്കുക. ഒരിക്കലും ഒരു ചാപ്റ്റർ പിന്നെയും ഇപ്പോൾ പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റേജ് എടുത്ത് പിന്നെ തീർത്തിട്ട് അടുത്ത റേഷ്യോ പോകും. അങ്ങനെയല്ല. ഒരു ദിവസം ഇതിൻ്റെ 150 ദിവസം ചെയ്തു, അല്ലെങ്കിൽ 75% റേഷ്യോ ചെയ്തു. അടുത്ത SICയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇങ്ങനെ അടുത്ത ചെയ്യുക. 3-ാമത്തെ ദിവസം അടുത്ത 2 ചാപ്റ്റേഴ്സ് വെക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? ഇതിങ്ങനെ കറങ്ങി പോവുക. ഓരോ ദിവസം ഇങ്ങനെ പോവുക. അത് 150 200 നിങ്ങളുടെ ഇഷ്ടം, ആ ബുക്ക് കംപ്ലീറ്റ് ആവുന്നവരെ. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. സെക്ഷണൽ ടെസ്റ്റ് അതൊക്കെ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. സെക്ഷണൽ ടെസ്റ്റ് ചെയ്യാം. എവിടുന്ന്? ടെക്സ്റ്റ് ബുക്ക് ആപ്ലിക്കേഷൻ. അത് മാത്രം മതി, വേറൊരു ആപ്ലിക്കേഷൻ വേണ്ട. ഒലീവ് ബോർഡ് ലൈവ് മോക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒലീവ് ബോർഡ് ലൈവ് മോക്ക് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമെങ്കിൽ മാത്രം എഴുതിയാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ആക്കുവാണെങ്കിൽ മാത്രം. ഇങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ് ഒരു ചാപ്റ്റർ തീർന്നാൽ മാത്രം. പെയ്ഡ് ക്ലാസ്സിൽ നിങ്ങളുടെ വേറെ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഞാൻ അത് തന്നെ എടുക്കണമെന്ന് പറയുന്നില്ല, അതെടുക്കാം. പക്ഷേ പ്രോസസ്സ് ഇതാണ് നിങ്ങളുടെ പ്രോസസ്സ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ്? പെയ്ഡ് ക്ലാസ് മാത്രമേ എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞോളൂ. ബാക്കി മാഗ്നമെട്രും ടെക്സ്റ്റ് ബുക്കും പിനാക്കിൾ ബുക്കും അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്.
ഓക്കെ, പോളിബോണ്ട് ലൈമൊക്കെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ മാത്രം മതി. അതിൽ ആദ്യം ചാപ്റ്റർ ടെസ്റ്റുകൾ ആ ചാപ്റ്ററിൻ്റെ മാത്രം, ഏത് ചാപ്റ്ററാണ് നിങ്ങൾ പഠിച്ചു വരുന്ന ചാപ്റ്ററിൻ്റെ ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് സെക്ഷണൽ ടെസ്റ്റുകൾ ചെയ്യാം. സെക്ഷണൽ ടെസ്റ്റുകൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യും. ടൈമർ ഇട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ സെക്ഷണൽ ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ അതേപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണ്. 25 ക്വസ്റ്റ്യൻ അതേപോലെ കിട്ടും. അത് ചെയ്യാം, സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ഒരു സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടൊരു ഐഡിയ ആയി. അപ്പോൾ അത് ചെയ്തൊരു ആ ബുക്ക് ഒരു പകുതിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തുടങ്ങാം. ഇപ്പോഴാണ് സത്യത്തിൽ മോക്ക് ടെസ്റ്റ് തുടങ്ങേണ്ടത്. കാര്യം നിങ്ങൾ പേന എടുക്കാനുള്ള പെൻ ഫ്രീ ട്രിക്കുകൾ, പെൻ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെപ്പ് സ്കിപ്പിങ്, അപ്രോക്സിമേഷൻ, എല്ലാം കൂടി ഈ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്രോക്സിമേഷൻ എല്ലാം കൂടെ പറയാൻ ഈ വീഡിയോ വലിയ ലെങ്തി ആയിപ്പോൾ അപ്രോക്സിമേഷൻ അങ്ങനെയുള്ള യൂണിറ്റ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിലൂടെ കിട്ടും. ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ. വേറൊരു പ്രധാന കാര്യം, ഞാൻ ഒരു മെയിൻസ് കഴിഞ്ഞ ഒരു കുട്ടിയെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, എന്ത് ചെയ്തു, ഇടയ്ക്ക് ഒരു സ്ഥലത്ത് പോയി, അവിടെ നല്ലോണം ഒന്നും പഠിപ്പിച്ചില്ല. എന്നിട്ട് ഡയറക്റ്റ് വന്നിട്ട് ഒരു മെയിൻസിൻ്റെ ബാച്ച് എടുത്ത് പഠിച്ചു. മെയിൻസിൻ്റെ ബാച്ച് എടുത്ത് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു മെയിൻസിൻ്റെ ബാച്ച് എടുത്ത് പഠിച്ചു. എന്നാലും ഇപ്പോഴും മാക്സിമം തന്നെയാണ് 30, 50, 35 റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? ഈ മെയിൻസിൻ്റെ ബാച്ച് 2 മാസം കൊണ്ട് അത് തീർത്ത്, അല്ലെങ്കിൽ 1.5 മാസം കൊണ്ട് അത് തീർത്ത്, 1.5 മാസം കൊണ്ട് കണ്ടു തീർത്ത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ മാർക്ക് കിട്ടാത്തത്? ഇങ്ങനെ ക്ലാസ് കണ്ടു തീർത്ത് മാർക്ക് വാങ്ങാനായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും ഫുൾ മാർക്കായിരുന്നു മാത്സിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്? നമ്മളുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ, മൈൻഡിൽ ഈ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മാത്സിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചു, അപ്പോൾ അത് ചിന്തിച്ച് ചിലപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ക്ലിക്ക് ആവണമെന്നില്ല. അതേ കാര്യം നിങ്ങൾ 2ാമത്തെ ദിവസം വേറൊരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ആലോചിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിലോട്ട് സെറ്റ് ആവുന്നത്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഒരു മെത്തേഡ്, ഇപ്പം ഞാൻ പറയുന്ന ഒരു മെത്തേഡ് നിങ്ങളുടെ മെത്തേഡ് ആവണമെങ്കിൽ നിങ്ങൾ 2, 3, 4 വട്ടം ചെയ്യേണ്ടി വരും. അതുപോലെയാണ് ഈ ക്ലാസ്സുകൾ. ഒരിക്കലും നിങ്ങൾക്ക് 2 മാസം കൊണ്ട് ഒരിക്കലും അത്രയും സെറ്റ് ആവാൻ പറ്റത്തില്ല. അതിന് ഈ പ്രോസസ്സുകളെല്ലാം ഫോളോ ചെയ്യണം. അതാ ഞാൻ പറഞ്ഞ ആ ക്ലാസ്സിൽ ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് ആ ഒരു രീതിയിൽ ചിന്തിച്ച്, അത് ക്ലാസ് എടുക്കുന്നതിനൊരു സ്റ്റൈലുണ്ട്. ആ രീതിയിൽ നമ്മൾ ലൈവായിട്ട് പഠിക്കുന്ന സമയത്തും ഒരുപാട് വ്യത്യാസമുണ്ട്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സജഷൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ അത്രയും ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയാണ് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. വേറെ പ്രാക്ടീസ് ബുക്കുകളോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസോ ഒന്നിൻ്റെ ആവശ്യമില്ല. വീണ്ടും പറയുന്നു, ഇത് കാൽക്കുലേഷൻ്റെ വീഡിയോ പറഞ്ഞു, ഡീറ്റെയിൽ സമ്മിൻ്റെ ക്ലാസ് ഇതും നമ്മുടെ മാഗ്നമെൻ്റലുണ്ട്, ഇതും കണ്ടേക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ബുക്ക് നമ്മുടെ 7th എഡിഷൻ ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ആരും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിനാക്കലിൻ്റെ ബുക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങുക. 5th എഡിഷനാണ് കയ്യിലുള്ളതെങ്കിൽ ബാക്കി RB ചാനലിൽ നിന്നും എന്ത് ചെയ്യുക, അതിൻ്റെ ബാക്കി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുക. ഓക്കെ, മെയിനായിട്ട് മറ്റേ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ എടുക്കേണ്ട ആവശ്യമില്ല, ബാക്കി ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്താൽ മതി. യെസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് മാത്സ് PYP മോക്ക് ടെസ്റ്റ് സീരീസ്. 20,000 പുറത്ത് ക്വസ്റ്റ്യൻസ് മാത്സിൻ്റെ മാത്രമായിട്ടുണ്ട്. എവിടെ ഉണ്ട്? ടെക്സ്റ്റ് ബുക്കിലാണ് സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇത് ലാസ്റ്റ് ടൈം ഞാൻ പറഞ്ഞതാണ്. ഇനി മാഗ്നമെൻ്ററിനകത്ത് എന്തൊക്കെയാണ്? ഏകലവ്യ മാത്സ് ബാച്ച് ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യും. NTPCക്ക് മുമ്പേ തീരുന്ന ബാച്ച് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? റെയിൽവേ NTPC മാത്സ് ഫൗണ്ടേഷൻ ബാച്ച്. ഇത് ഞാൻ തീർത്തിരിക്കും NTPCക്ക് മുമ്പേ. അത് NTPC ലെവലുള്ള ക്ലാസ്സാണ്. ഏകലവ്യ ബാച്ച് എന്ന് പറഞ്ഞാൽ അതല്ല, 0 to ഹീറോ ലെവലാണ്. ഏറ്റവും എല്ലാ എക്സാംസിനും വേണ്ടിയുള്ള ക്ലാസ്സാണ്. അർജുന ബാച്ചും അർജുന 2.0 ഇത് എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ഒരു ദിവസം 5 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ നിങ്ങളുടെ എക്സ്ട്രാ ഹെൽപ്പാണ്. ഒരിക്കലും ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആകത്തില്ല. നിങ്ങൾ ആ പെയ്ഡ് ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഉണ്ട് മാത്സ് എന്ന് പറയുന്നത്. ആ ലെവലിൽ തന്നെ അങ്ങനെ പഠിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. അപ്പോൾ ഏകലവ്യ ബാച്ച്, അർജുന ബാച്ച് ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഏകലവ്യ ബാച്ചിലും അർജുന ബാച്ച് 2.0 എല്ലാ ദിവസവും, ഇത് 3 ദിവസം ആഴ്ചയിൽ, ഇത് 3 ദിവസം SCGD MTS. അപ്പോൾ SSCGDയും MTSും കുറച്ച് വ്യത്യാസമായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത്ര ലെവലുള്ള ക്ലാസ്സുകളൊന്നും വേണ്ട അവിടെ. SCGDക്ക് അഡ്വാൻസ് ഒന്നും അത്ര വേണ്ട. SCGDക്ക് അഡ്വാൻസേ വേണ്ട, MTSനും അഡ്വാൻസ് വേണ്ട, ക്വാളിഫയിങ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ബാച്ച് തുറക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കംപ്ലീറ്റ് അരിത്തമെറ്റിക് മാസ്റ്റർ ക്ലാസ്. ഇത് സമയമാണ് പ്രശ്നം. എനിക്ക് എത്ര സമയം കിട്ടും എന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇത് തന്നിരിക്കും. ഞാൻ ആരോടും യൂട്യൂബിൻ്റെ വേറൊരു കാര്യം ഇതാണ്, ഞാൻ ആരോടും കമ്മിറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഇന്ന് ഇത് ചെയ്യണം. പെയ്ഡ് ക്ലാസ് അങ്ങനെയല്ല. ക്ലാസ് ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യണം. അതും യൂട്യൂബിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൽ നിന്നും എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റും അതത്രയും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ. എനിക്കും ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിറവേറ്റണം എന്നും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മാത്സിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അടുത്ത മാത്സിന് സ്പീഡും അതുപോലെ ആക്യുറസി നമ്മുടെ ഏകലവ്യ ബാച്ചിൻ്റെ പ്ലേലിസ്റ്റാണ്, അർജുന ബാച്ചിൻ്റെ പ്ലേലിസ്റ്റാണ്. യെസ്, അപ്പോൾ മാത്സിന് എന്ത് വേണം? സ്പീഡും ഇമ്പോർട്ടൻ്റ് ആണ്, ആക്യുറസി. നിങ്ങൾ ആ ഒരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഗൈഡൻസ് ഒക്കെ അവിടെ ഉണ്ട്. ബാക്കി നമ്മളുടെ ചാനലിലൂടെ
ക്ലാസ്സുകൾ ഉണ്ട്. ബേസിക് നോളജ്, കൺസെപ്റ്റ് ക്ലാരിറ്റി, ലേറ്റസ്റ്റ് പാറ്റേൺ അപ്ഡേഷൻ, വെറൈറ്റീസ്, അതും ബേസിക് പ്ലസ് അഡ്വാൻസ്ഡ്. കാൽക്കുലേഷൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ കാൽക്കുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത് അവിടെ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ കോച്ചിങ് എടുക്കുന്നതുകൊണ്ട് നഷ്ടമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ സിലബസ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ്. ആരുടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ മോക്ക് എടുക്കുന്നത് നല്ലതാണോ? നല്ലതല്ല, ഒരിക്കലുമല്ല. സിലബസ് ഒരു വട്ടം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഒരു വട്ടം സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് ഏത് എക്സാം വേണമെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും. സിലബസ് കംപ്ലീറ്റ് ചെയ്യാത്തവരാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, വീണ്ടും ഓരോ എക്സാംസ് വരുമ്പോൾ ഇങ്ങനെ മാറി പോകുന്നത്. വേറൊരു കാര്യം ചോദിച്ചത് എന്താ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ CGL 2025 CGL അത്രയും ബെസ്റ്റ് പോസ്റ്റ് ഇല്ല നമുക്ക് പറയാം ഈ ഒരു ലീഗിൽ. ഞാൻ പറഞ്ഞ CGL ഇപ്പം PSCക്കാർ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, ജോലി എപ്പോഴാണ് ഇങ്ങനെയാണ്. നാട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ PSC സുഖമാണ്, കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇതാണ്, അത് വേറൊരു ലീഗാണ്. അത് പഠിക്കുന്നവർ അത് തന്നെ ആയിപ്പൊക്കോളുക, PSC തന്നെ ആയിപ്പൊക്കോളുക. PSC കിട്ടിയിട്ട് ഇത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരില്ലെന്നല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ CGL സെറ്റ് ചെയ്യുവാണെങ്കിൽ CGL തന്നെ പഠിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ള എക്സാംസ് വരുവാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് എക്സാമിന് 2 ദിവസം മുമ്പ് അങ്ങനെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എഴുതിയിട്ട് പോവുക. മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവുക. അല്ലാതെ അതിന് വേണ്ടി പഠിക്കാൻ നിൽക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇതുമില്ല അതുമില്ല എന്നുള്ള അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്കറിയാം. നിങ്ങൾ PSC പഠിക്കുകയാണെങ്കിൽ ഓക്കെ, PSC പഠിക്കാം, ഓക്കെ സെറ്റാണ്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിച്ച് പോവുക. ഒരു എക്സാമിനെ നമുക്ക് കുറ്റം പറയാനൊന്നുമല്ല. CGL ആണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ SSC എക്സാംസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. റെയിൽവേ ആണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ ആണെങ്കിൽ CGL പഠിക്കുന്നവർക്കൊരു ബാക്കപ്പാണ്. ബാക്കപ്പ് അല്ലെങ്കിൽ പ്ലാൻ B എന്നൊക്കെ പറയില്ലേ, അതാണ് റെയിൽവേ. റെയിൽവേക്കാർക്ക് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും. പ്ലാൻ B ആണ് നമ്മുടെ RRB NTPC. അതൊരു ബാക്കപ്പ് ആയിട്ട് വെക്കുക. RRB NTPCയുടെ പ്രീവിയസ് മോക്കുകൾ വേണമെങ്കിൽ ഒരു ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് സിലബസ് തീർത്തിട്ട്, CGLന്റെ സിലബസ് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, NTPCയുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതും. അപ്പം അത് പോവുക. അപ്പം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ. ഒരു വട്ടം സിലബസ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം, വേറെ ഒന്നുമില്ല. വേറെ ആരെയും നോക്കണ്ട. അപ്പോൾ അവർ മോക്ക് ചെയ്യുന്നു, ഞാൻ മോക്ക് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ അവർക്ക് മോക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് സ്പീഡ് കൂടുമോ? നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഈ സ്പീഡും ഈ ആക്യുറസിയും അവർക്ക് ഒരിക്കലും ഈ മോക്ക് ചെയ്ത് മാത്രം ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടത്തില്ല. നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നോട്ടിൻ്റെ കാര്യം പറഞ്ഞു. മോക്ക് ടെസ്റ്റിൽ നിന്ന് സ്കോർ കൂടുമെന്ന് വെച്ചാൽ ഇല്ല. മോക്ക് ടെസ്റ്റിന് സ്കോർ കൂടുമെന്ന് വെച്ചാൽ ഇല്ല. അത് കുറച്ച് പഠിച്ചവർക്ക് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അവർ മോക്കിന്ന് കൂടുന്നത് എപ്പോഴായിരിക്കും, അവർ അത്രമാത്രം അനലൈസ് ചെയ്താലേ എന്ത് ചെയ്തുള്ളൂ കൂടത്തുള്ളൂ. പക്ഷെ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നത്, സ്റ്റെപ്പ് സ്കിപ്പിങ്ങും ബെൻഫ്രീ കാര്യങ്ങളും എല്ലാം ചെയ്താൽ ടൈം ഓറിയൻറ്റഡ് ആയിട്ട് ഇത് ഇത്ര തീർക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ പേപ്പർ വരുന്നതിന് 1 മാസം മുമ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്തോ, എത്ര മോക്കോണെന്ന് ചെയ്തോ, 1 മന്ത് മുമ്പ്. ഇപ്പോൾ 5 മാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് 1 മന്തോ 2 മന്തോ എത്ര മാസം വേണമെങ്കിലും ചെയ്യാം. ദിവസം 4 മോക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് ഈ ലെവലിൽ പഠിക്കണം. അപ്പോൾ അനാലിസ് ചെയ്യാനൊന്നും പാടാണ്. നിങ്ങൾക്ക് തെറ്റി ക്വസ്റ്റൻസ് ഒക്കെ 1 2 ഒക്കെ കാണത്തുള്ളൂ. അത് എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് ആയിരിക്കും. 4 മോക്ക് വേണമെങ്കിലും ഡെയിലി ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ട്. 4 മോക്കിൽ കൂടുതൽ ഞാൻ ഒരു ദിവസം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അതിന് ആ ലെവലിലോട്ട് എത്തണം. ലെവലിലോട്ട് എത്താതെ ചുമ്മാ നിങ്ങൾ 4 മോക്ക് ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ ആദ്യമേ എടുത്ത് കഴിഞ്ഞാൽ അനാലിസിസ് എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. ടൈം വേസ്റ്റ്. നിങ്ങൾ പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നു, അതാണ് കുറേ പേര് പറഞ്ഞത്. പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കുന്നു, പക്ഷെ ഒരു ഡയറക്ഷനിലല്ല പഠിക്കുന്നത്. അതാണ് പ്രശ്നം. അത് മാറ്റുക. ഇപ്പോൾ കണ്ടന്റിലും കാൽക്കുലേഷനിലും സ്പീഡും പെർഫോമൻസും അതെല്ലാത്തിനും എന്ത് വേണം, ശ്രദ്ധ വേണം. ഒരാൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ ഞായറാഴ്ചയും മോക്ക് ചെയ്യുന്നു, സിലബസ് കംപ്ലീറ്റ് ആവുന്നില്ല. സിലബസ് കംപ്ലീറ്റ് ആവാതെ മോക്ക് ചെയ്യണം. രണ്ടാമത്തെ ആൾ സിലബസ് കംപ്ലീറ്റ് ആണ്, കാൽക്കുലേഷൻ സെറ്റാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാണ്, സ്റ്റെപ്പ് സ്കിപ്പിംഗ് അറിയാം, പെൻ ഫ്രീ അറിയാം. അങ്ങനെയുള്ള ഒരു എക്സാമിന് പോകുമ്പോഴായിരിക്കുമോ, ഇങ്ങനെയുള്ളവർ പോകുമ്പോഴായിരിക്കും സെറ്റ്. ഇവരെന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ടൈമിൽ മോക്ക് ആവശ്യം പോലെ ചെയ്യുന്നുണ്ട്. ഒരു 100 മോക്ക് നിങ്ങൾ ചെയ്തിരിക്കണം. അത് പറ്റും. എക്സാമിന് 1 മാസം മുമ്പേ, ഒന്നും നടന്നെങ്കിൽ 1 മാസം മുമ്പേ നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ മോക്ക് എഴുതാനുള്ള സമയമല്ല, ഇപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള പ്ലാനിങ്. അപ്പോൾ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം അങ്ങനെയുള്ള, അത് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള എക്സാം പ്ലാനിങ്, മാത്സ് എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ് എവിടെ ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മോക്ക് ടെസ്റ്റ് വീഡിയോ ഉണ്ട്, അത് കാണുക. അതിനകത്ത് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സബ്ജക്റ്റിലോട്ട് പോകാം. ഇപ്പോൾ തന്നെ ഒരുപാടായി മാത്സിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു. ഇനി റീസണിങ് നിങ്ങൾ മാത്സ് സെറ്റായിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. യെസ്, നിങ്ങളുടെ മാത്സ് സ്പീഡാണ്, സെറ്റാണെന്നുണ്ടെങ്കിൽ റീസണിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രയാസം കാണത്തില്ല. റീസണിങ്ങിനകത്ത് നിങ്ങൾ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. നിങ്ങളെ കാൽക്കുലേഷനും നിങ്ങളുടെ നമ്പേഴ്സായിട്ടുള്ള പരിചയം അതെല്ലാം എന്ത് ചെയ്യും, കൂടും. നിങ്ങൾ ഡെയിലി കാൽക്കുലേഷൻ എക്സസൈസ് ഒക്കെ ചെയ്താൽ അത് കൂടും. അപ്പോൾ മാത്സ് സ്ട്രോങ് ആയ റീസണിങ് ഓൾറെഡി
ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. അത് പഠിച്ചവർക്ക് മാത്രം അറിയാം. അപ്പോൾ സ്പീഡും ആക്യുറസി, ബിഗിനേഴ്സ് ആയിട്ടുള്ള ശ്രദ്ധിക്കുക, സ്പീഡും ആക്യുറസിയാണ് ഇവിടെയും വേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കണം? കാര്യം മനസ്സിലാക്കുക, കണ്ടന്റ് മനസ്സിലാക്കുക. രണ്ടാമത്തത് വെറൈറ്റീസ് കളക്ട് ചെയ്യുക. മൂന്നാമത്തത് സ്പീഡും വേണം, സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഡും വേണം, അതുപോലെ ആക്യുറസിയും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റീസണിങ്ങിന് ചെയ്യേണ്ടത്. റീസണിങ് വലിയ പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾക്ക് കോച്ചിങ് എടുക്കണമെന്നില്ല. നിങ്ങൾ ആ ഒരു കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഞാൻ സെർച്ച് ചെയ്ത കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിലെ ക്ലാസ്സുകൾ തന്നെ മതി. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം, ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വരാനൊന്നുമില്ല. നിങ്ങൾ ഒന്നുകിൽ പ്രീവിയസ് ഇയറിൻ്റെ ചാപ്റ്റർ വൈസ് ബുക്ക് വാങ്ങാം. അപ്പോൾ ഇത് ചാപ്റ്റർ വൈസ് ബുക്കാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ബിഗിനർ ആയിട്ടുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് റീസണിങ് ഒന്നും അറിയില്ല എന്നുള്ളവരാണെങ്കിൽ ചാപ്റ്റർ വൈസ് ബുക്ക് വാങ്ങാം. ഒരു ചാപ്റ്റർ എടുത്തു, ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തു, 100 ക്വസ്റ്റ്യൻ ചെയ്തു. എന്നിട്ട് അല്ലെങ്കിൽ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾ എടുത്ത പെയ്ഡ് ക്ലാസ്സിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ, ഞാനൊരു യൂട്യൂബ് ചാനൽ പറയാം, കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ പറഞ്ഞ യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് സിമ്പിളായിട്ട് ഒരെണ്ണം മാത്രം മതിയെങ്കിൽ അതിൻ്റെ യൂട്യൂബ് ചാനൽ പറയാം, അതിലൊരു ക്ലാസ്സിൽ കാണുക, ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോവുക, സിലബസ് കംപ്ലീറ്റ് ആക്കി പോകുക, അങ്ങനെ ഓരോ ചാപ്റ്ററും കംപ്ലീറ്റ് ആക്കി പോകുക. അതാണ് ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അതിനെ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ചാപ്റ്റർ വൈസ് വേണമെന്നുള്ളവർക്ക്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചാപ്റ്റർ വൈസ് പറഞ്ഞിട്ടില്ലായിരുന്നു, ചാപ്റ്റർ വൈസ് വേണം എന്നുള്ളവർക്ക് അത് ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഇതുപോലെ തന്നെ മാത്സിൻ്റെ പോലെ തന്നെയുള്ള പ്രീവിയസ് മോക്ക് സീരീസ് ആണ്. ഇത് എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 100 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഒന്നും ഫ്രഷർ ആയിട്ടുള്ളവർക്ക് പറ്റത്തില്ല. ഫ്രഷർ ആയിട്ടുള്ളവർ ആ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ക്ലാസ് കാണുക, 100 ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ ഈ ഒരു റിവേഴ്സ് രീതിയിൽ ചെയ്യുക. 100 ക്വസ്റ്റ്യൻസ് 4 ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു. 100 ആവാം, നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് 50 ക്വസ്റ്റ്യൻ ആവാം. അത് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടാത്തത് കാണും. ഈ 50 ക്വസ്റ്റ്യനകത്ത് ഒരു 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും, കോമൺ സെൻസ് ആണ്, നോർമൽ നമ്പറിൻ്റെ സ്പീഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 25 ക്വസ്റ്റ്യൻ, ബാക്കി 25 ക്വസ്റ്റ്യൻ, ഈ 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വെച്ചോ എക്സാം. അപ്പോൾ ഇതിനകത്ത് കിട്ടാത്ത ചാപ്റ്റേഴ്സ് നോക്കണം. ചിലപ്പോൾ കൗണ്ടിങ് ഫിഗേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ കോഡിങ് ഡീകോഡിങ് ആയിരിക്കും, ചിലപ്പോൾ ബാക്കി മിറർ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പിക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്ലാസ് എടുത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്, ഓഫ്ലൈനിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്, യെസ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഓഫ്ലൈനിൽ നിങ്ങൾ പഠിച്ചിട്ട് ഗുണം ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ മാത്സ് ആ ലെവലിലാണ് പഠിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, ഓഫ്ലൈനിൽ നിങ്ങൾ പഠിച്ചാൽ മതി, പ്രശ്നമില്ല. അതിന് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ലെവലുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതെടുത്ത് നോക്കി, എന്നിട്ട് ഇപ്പം കൗണ്ടിങ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ ഒക്കെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ ഒന്നും അറിയത്തില്ലായിരിക്കും. ബ്ലഡ് റിലേഷൻ്റെ ക്ലാസ് എടുത്ത് കാണുക. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചാനൽ പറയാം, പീയൂഷ് വർഷനെ എന്ന് പറയുന്ന കരിയർ വില്ല സാറാണ്, പുള്ളിയുടെ ഒരു ചാനലുണ്ട്. ഇതിനകത്ത് പ്ലേലിസ്റ്റ് ഒരുപാട് ചാപ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് റിലേഷനൊക്കെ പുള്ളിയുടെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്യുക, ക്ലാസ് ഉണ്ടെങ്കിൽ എടുത്ത് കാണുക, അല്ലെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റിൽ ക്ലാസ് ഉണ്ടെങ്കിൽ എടുത്ത് കാണുക, അത് കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ഒന്നും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ റീസണിങ്ങിന് അധികം ഇത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ക്ലാസ് കണ്ടിട്ട് ഒരു ദിവസം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഇതിന് വേണ്ടി മാറ്റി വെക്കുക. ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് കൊടുക്കാൻ വരുന്ന ടൈം, കഴിഞ്ഞ 2020 സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ടൈമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓരോ സബ്ജക്റ്റിന് എത്ര കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതുകൂടെ ഒന്ന് കൊളാബറേറ്റ് ചെയ്യുക, അതുമായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയിരിക്കണം പഠിക്കേണ്ടത്. എന്ത് ചെയ്യുന്നു, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്നിട്ട് ഒരു ചാപ്റ്റർ എടുക്കുന്നു, ആ ചാപ്റ്റർ യൂട്യൂബിൽ നിന്ന് കണ്ടുപിടിക്കുന്നു, എന്താണ് തെറ്റിയതെന്ന് മനസ്സിലാക്കി അത് പഠിക്കുന്നു. അങ്ങനെ ഒരു ആവശ്യം പോലെ 20,000 ക്വസ്റ്റ്യൻ ഉണ്ട്. തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. 2ാം ദിവസം അടുത്ത, പിന്നെ ഈ ബ്ലഡ് റിലേഷൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റരുത്, ട്രിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിക്കുന്നു. അതിൻ്റെ ഒരു എക്സ്ട്രാ സപ്പോർട്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ, CGL ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്ലാസ് കണ്ടുപോകുന്നു. ഇതുപോലെ ചെയ്യുമ്പോൾ, ഇത് സ്വന്തമായിട്ട് ചെയ്യണം. ഇതുപോലെ ചെയ്യുമ്പോൾ ബുക്ക് വാങ്ങണമെന്നില്ല. ബുക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ 100 ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ ചെയ്യാൻ നോക്കുക. അങ്ങനെ ആ ചാപ്റ്റർ സെറ്റാക്കുന്നു, അടുത്ത ചാപ്റ്റർ എടുക്കുന്നു, അടുത്ത ചാപ്റ്റർ അതേപോലെ സെറ്റാക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഒരു നിയർലി ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം, മാക്സിമം 3 മാസം കൊണ്ട് നിങ്ങളുടെ സിലബസ് ഏകദേശം, അല്ലെങ്കിൽ 4 മാസം കിട്ടും, ഒരു പ്രശ്നമില്ല. റീസണിങ്ങിന് ഫുള്ള് വാങ്ങാവുന്ന രീതിയിൽ എന്താവും, സെറ്റാവും. പക്ഷേ അതിന് ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തിരിക്കണം, ദിവസം 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ 3-4 മാസം കൊണ്ട് നിങ്ങൾക്ക് റീസണിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുള്ള സംഭവത്തിൽ, മാത്സ് പോലെ അത്ര പാടൊന്നുമല്ല. മാത്സ് അവിടെ നിങ്ങൾ സ്ട്രോങ് ആക്കുന്നതിനനുസരിച്ച് ഇവിടെ നിങ്ങൾ നമ്പേഴ്സിൻ്റെ പരിചയം എന്ത് ചെയ്യും, കൂടി വരും. പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്, മിസ്സിംഗ് നമ്പർ, അതുപോലെ ആൽഫബറ്റ്, സീരീസ്, കോഡിങ് ഡീകോഡിങ്, അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൗണ്ടിങ് ഫിഗർ, അതിനകത്തേക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ, ഇത് യൂട്യൂബിൽ നിന്ന് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു റിവിഷൻ ബുക്കിൽ എന്ത് ചെയ്യണം, റിവിഷൻ ബുക്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്ത് വെക്കാം. അതെടുത്ത് എക്സാമിന് മുമ്പ്, അതായിരിക്കും ബെസ്റ്റ് കളക്ഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 47 കിട്ടുന്നവരും 50-ൽ 45 കിട്ടുന്നവരൊക്കെ 50-ൽ 50 തന്നെ കിട്ടണം. റീസണിങ്ങിന് 50-50 തന്നെ കിട്ടണം, ആ ലെവലിൽ തന്നെ പഠിക്കണം. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.
ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. ഒരുപാട് കണ്ടന്റിൻ്റെ അല്ല, ഇത് പ്രാക്ടീസിൻ്റെ കളിയാണ്. ഒരു ടൈപ്പ് ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ചെയ്യാൻ നോക്കുക. അപ്പോൾ ചില ക്വസ്റ്റൻസ് അങ്ങനെയാണ്, ആർക്കും കിട്ടത്തില്ല. അപ്പോൾ പഠിപ്പിക്കുന്നവർ പോലും കിട്ടാത്ത ലെവലുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്. വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ഡെയിലി കാൽക്കുലേഷൻ ചെയ്താൽ ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിലബസ് ഒരു വട്ടം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെയിലി ക്വസ്റ്റൻസ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ മാഗ്നാമെന്റലിൽ നിന്നും നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ SSC റെയിൽവേക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ ബാച്ച് 1-2 ക്ലാസ് വെച്ച് തരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴാണെന്നറിയില്ല, എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം ക്ലാസ്സിൽ തരാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. യെസ്, അടുത്തത് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷിന് നിങ്ങൾ മസ്റ്റായിട്ടും 2024 സ്ട്രാറ്റജി ഒന്ന് കാണണം. അതിന് ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ കുറച്ച് പേര് സജഷൻ തന്നതിനനുസരിച്ച് കുറച്ചൊന്ന് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിന് എന്തല്ല ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ആണ്, അത് മനസ്സിലാക്കുക. ഇംഗ്ലീഷിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സ്വന്തമായിട്ട് എത്ര കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കും, അതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ വായനയാണ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് വലുതാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഒരു CASFൽ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു, കോൺസ്റ്റബിളായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിയുടെ ചോദിച്ചു, എന്തുകൊണ്ട് CGL എഴുതാത്തതെന്ന് ചോദിച്ചു. CGL എഴുതിയില്ലെന്ന് ചോദിച്ചു. CGL അറിയില്ല എന്ന് പറഞ്ഞു. അല്ല, അറിയില്ലെന്നല്ല, CGL പ്രയാസമാണ്, അവരൊരിക്കലും എഴുതത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അങ്ങ് ട്രൈ ചെയ്ത് നോക്കാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അടുക്കാനേ പറ്റത്തില്ല, ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷ് പേടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ CGL എഴുതത്തില്ല, CPO എഴുതത്തില്ല, പ്രൊമോഷനുള്ള ആ ഒരു എക്സാം എഴുതത്തില്ല. എങ്ങനെയാണ് പറയുന്നത്? അത്രമാത്രം ഇംഗ്ലീഷ് മനസ്സിലാവാത്ത, ഇംഗ്ലീഷ് തൊട്ടിട്ട് പോലും ഇല്ലാത്ത ടീമുകൾ ഉണ്ട്. അതായത് ബീഹാർ അങ്ങനത്തെ ഉള്ള സ്ഥലത്ത്. പുള്ളി ബീഹാറിലായിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കേരളത്തിൽ അങ്ങനെയല്ല. നമ്മളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലുള്ളത് നമ്മൾ ഇംഗ്ലീഷ് കണ്ടിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് പഠിക്കാതിരുന്നുള്ള കുഴപ്പമുള്ളൂ, ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് അവസരം കിട്ടും. അപ്പോൾ ഇത് ലാംഗ്വേജ് ആണ്, ഇത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും 4 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ നിങ്ങൾ ഇംഗ്ലീഷിൽ സെറ്റ് ആവണമെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ ഈ വട്ടത്തെ CGL മെയിൻസ് എളുപ്പമായിരുന്നു. ഇതിൽ 135 130 പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സെറ്റാന്നല്ല. ഇംഗ്ലീഷ് എങ്ങനെ വേണമെങ്കിലും വരാം, അടുത്ത മെയിൻസിന് നല്ല പ്രയാസം വേണമെങ്കിലും വരാം. അതുകൊണ്ട് ഇപ്രാവശ്യം 130 പ്ലസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഓവർ കോൺഫിഡൻ്റ് ആവരുത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പഠിച്ചിട്ട് പോകും. ഈ വട്ടം എളുപ്പമായിരുന്നു, കഴിഞ്ഞ വട്ടം എളുപ്പമായിരുന്നു, അടുത്ത വട്ടം എളുപ്പമാവണമെന്നില്ല. ഫിലിംസ് എളുപ്പമായിരുന്നു. ഇപ്പോൾ 130 പ്ലസ് കിട്ടി, മെയിൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഓവർ കോൺഫിഡൻ്റ് ആവരുത്. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷിന് ചെയ്യേണ്ട കാര്യം, ഇംഗ്ലീഷിന് നമുക്ക് മെയിനായിട്ടുള്ളത് നിങ്ങൾ ആ ഒരു കഴിഞ്ഞ സ്ട്രാറ്റജി കൊണ്ട് നോക്കുക. വൊക്കാബുണ്ട്, അതുപോലെ ഗ്രാമറുണ്ട്, കോംപ്രഹെൻഷനുണ്ട്. ഇതിന് മൂന്നിനും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. കോംപ്രഹെൻഷനുണ്ട്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വൊക്കാബിന് വേണ്ടി ഞാൻ പറഞ്ഞു ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്ന ബുക്കുണ്ട്, അതെടുക്കുക. എന്നിട്ട് ആദ്യം 200 മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഡെയിലി 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഒരു 20 ക്വസ്റ്റ്യൻ നോക്കുക, അല്ലെങ്കിൽ 15 നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് മിനിമം 10 നോക്കുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയം, ഇതൊക്കെ പക്ക മാർക്കാണ്. 10 to 20, 20 കൊടുക്കുകയാണ്. ബിഗിനറായിട്ടുള്ളവർക്ക് വേണമെങ്കിൽ 10 ആയാലും പഠിക്കാം. സിനോണിയോ ഉണ്ട്, സിനോണിയോ ആൻറ്റോണിയും കുറച്ച് നമുക്ക് വരുമെന്ന് ഉറപ്പില്ല, GK പോലുള്ള അൺസർട്ടൻ ആണ്. അതും പഠിക്കുക, 10 വെച്ച് പഠിക്കുക. അങ്ങനെയുള്ള വൊക്കാബുലറി എന്തൊക്കെയുണ്ട്, സ്പെല്ലിംഗ് ഒരു 10 പഠിക്കുക. അപ്പോൾ ഇത് ഡെയിലി ചെയ്യാം, ഓരോന്നും ചെയ്യാം. ബ്ലാക്ക് ബുക്ക് നമ്മുടെ മാത്സിൻ്റെ എക്സസൈസ് പോലെയുള്ള പരിപാടിയാണ്. അതുപോലെ കോംപ്രഹെൻഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് റീഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആപ്ലിക്കേഷൻ, അത് പെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ വീട്ടിൽ പേപ്പർ വരുത്തുന്നുണ്ടെങ്കിൽ പേപ്പർ വരുത്തിക്കോളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്കിനേക്കാൾ ഞാൻ പറയുന്നത് ന്യൂസ് പേപ്പർ തന്നെയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ നല്ല ന്യൂസ് പേപ്പർ വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ അതിനൊക്കെ ഉപയോഗിക്കാം. ഹിന്ദു പേപ്പറുകൾ, ഇംഗ്ലീഷ് മാധ്യമം എന്ന് പറഞ്ഞൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിനകത്തൊക്കെ വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങളൊരു 20 to 30 മിനിറ്റ് അത് വായിക്കുക. വായിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പണ്ടൊക്കെ ന്യൂസ് പേപ്പർ വായിക്കാൻ പറയുമ്പോൾ നമ്മൾ ഓരോ വേർഡ്സിൻ്റെയും മീനിങ് ഒക്കെ നോക്കി പോയിരുന്നു. അതൊരു ഭയങ്കര ബോറ് പരിപാടിയായിരുന്നു. നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. 20-30 മിനിറ്റ് എടുത്ത് വായിക്കുക, ഇംഗ്ലീഷ് വായിക്കുക, പേപ്പറാണ് വായിക്കുന്നത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം വായിക്കുക. ഓരോ വേർഡിൻ്റെയും മീനിങ് ഒന്നും അറിയണമെന്നില്ല, അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. വായിച്ചിട്ട് ഇതാണ് ഇവിടെ പറയുന്നത്, ഇതായിരിക്കും ഇവിടെ പറയുന്നത്, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കുക. എല്ലാത്തിൻ്റെയും വേർഡ് മീനിങ് അറിയണമെന്നൊന്നുമില്ല. അങ്ങനെ അറിയണമെന്ന് 5-6 മാസം കൊണ്ട് നിങ്ങളുടെ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ അറിയണമെന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കി ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ്, ഇതാണ് ഇതിൻ്റെ സംഭവം. അതിനുവേണ്ടി എന്തെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കുക. അപ്പോൾ ഇത് ഡെയിലി ചെയ്യേണ്ട കാര്യം മാത്സിൻ്റെ എക്സസൈസ് ഡെയിലി ചെയ്യുക. രണ്ടാമത്തത് റീഡിങ്, മൂന്നാമത്തത് നിങ്ങൾ ഈ ഒരു ബ്ലാക്ക് ബുക്കിലെ വെക്കുക. ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ 3 പരിപാടി കഴിഞ്ഞു. പിന്നെ ഗ്രാമറിന് വേണ്ടി ഞാൻ പറഞ്ഞ ബുക്കാണ് നീതു സിംഗിൻ്റെ ബുക്ക്. ഒരുപാട് പേര് നീതു സിംഗ് ഭയങ്കര ബോറാണ്, വായിക്കുമ്പോൾ ബോറായിക്കോട്ടെ, പഠനം ബോറാണ്. ഒരു 30 മിനിറ്റ് വായിച്ചാൽ മതി. 30 മിനിറ്റ് വായിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആ ബുക്ക് വായിച്ച് തീർക്കാൻ ശ്രമിക്കുക. ഗ്രാമറിന് വേണ്ടി ക്ലാസ്സുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ക്ലാസ്സുകളുണ്ട്.
ഇത് അതുപോലെ തന്നെ ഗ്രാമറിൻ്റെ കാര്യം പറയാം, ഇത് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറയാം. അതുപോലെ പ്രീവിയസ് ഇയർ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ബുക്ക് ഇംഗ്ലീഷ് നിങ്ങളെ ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം, നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ ക്ലാസ്സിലുണ്ട്, ഒരു സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ബുക്കിനകത്ത് നിങ്ങൾ പിനാക്കിളിൻ്റെ ബുക്ക് എടുക്കുക. പിനാക്കിളിൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് വാങ്ങുക. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ 100 ക്വസ്റ്റ്യൻ വെച്ച് ഒരു ചാപ്റ്റർ എടുത്തു, 100 ക്വസ്റ്റ്യൻ എടുത്തു, സൊല്യൂഷൻ വായിച്ചു. അത് അങ്ങനെ വായിച്ച് കംപ്ലീറ്റ് ആക്കുക. പ്രീവിയസ് ഇയർ ബുക്ക് ഒരു 2 വട്ടം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇത് ബ്ലാക്ക് ബുക്കാണ്, ഇത് നിതു സിംഗിൻ്റെ ലേറ്റസ്റ്റ് ബുക്കാണ്, ഇതിലേക്ക് ലിങ്ക് കൊടുക്കാം. ഇത് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ബുക്ക്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ലിമിറ്റ് ഇല്ല. മാത്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, റീസണിങ് നിങ്ങൾ പഠിച്ചിട്ട് നോക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല, ഇംഗ്ലീഷ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. മോക്ക് ടെസ്റ്റ് എടുക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, ഇംഗ്ലീഷ് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. തെറ്റിക്കോട്ടെ, ഇപ്പോൾ ചിലപ്പോൾ റൂളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഒരു 2-3 ക്വസ്റ്റ്യൻ, ഒരേ ക്വസ്റ്റ്യൻ 2-3 വട്ടം ചെയ്യുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഇതല്ല, ഇവിടെ ഓഫ് എന്തായാലും വരത്തില്ല, ഇവിടെ ഇന്നായിരിക്കും വരുന്നത്, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ലെവലിലോട്ട് എത്തിയാലും അത് നിങ്ങൾക്ക് എക്സാമിൽ സെറ്റ് ആവാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങളുടെ ആ ഒരു വായനയും പിന്നെ ഈ ഒരു ബുക്കും വായിച്ച് സെറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പഠിച്ച് പോകും. ഇനിയിപ്പോൾ പെയ്ഡ് ക്ലാസ് അവിടെ ഉണ്ട്, അതും ഹെൽപ്പ് ചെയ്യാം. തരുൺ ഗ്രോവർ എന്ന് പറഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പുള്ളിക്കാരുടെ പേരെന്തായിരുന്നു, മറന്നുപോയി, ആ ഒരു ഇംഗ്ലീഷിൻ്റെ മാഡം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ റാണി മാമിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് ഫോളോ ചെയ്ത് പോകാം. കുറേ പേർക്ക് ഹിന്ദി പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദി പ്രശ്നമാകുന്നവർക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ SSCയുടെ ഇംഗ്ലീഷ് ബാച്ച് തുടങ്ങുന്നതായിരിക്കും. 2025 എക്സാമിന് വേണ്ടി എത്രത്തോളം അത് കവർ ആവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ചെയ്യാം. ഇത് ഗ്രാമർ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. ഈ എക്സാമിന് മുമ്പ്, മെയിൻസിന് മുമ്പ്, CGL മുമ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം. ഹിന്ദി മനസ്സിലാവാത്തവർക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ തരുൺ ഗ്രോവർ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, ആ പുള്ളിയുടെ പ്ലേലിസ്റ്റ് ഇതാ, കംപ്ലീറ്റ് കോഴ്സ് ഓൺ ഇംഗ്ലീഷ് ഫോർ ബാങ്കിങ് ആൻഡ് SSC എന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു നൗണൊക്കെ 3 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പോൾ നൗൺ എടുത്തിട്ട് ആ 3 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാം, നീതു സിംഗിൻ്റെ ബുക്ക് വാങ്ങാം, നീതു സിംഗിൻ്റെ ബുക്ക് വായിക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, ഈ ബോറെന്ന് പറയുന്ന പരിപാടി മാറ്റാം. അത് ക്ലാസ് കണ്ടിട്ട് വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങളുള്ളൂ. വൊക്കാബ് ഇത്, ഗ്രാമർ ഇത്, കോമ്പിനേഷൻ ഇത്. പിന്നെ അതിന് ബാക്കപ്പായിട്ട് എന്തുണ്ട്, കേരളത്തിൽ നിന്ന് അത്ര നല്ല ഇംഗ്ലീഷ് ക്ലാസ് എനിക്കറിയില്ല എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കോഴ്സൊന്നും മലയാളത്തിൽ നിന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാനില്ലാത്തത്. റീസണിങ് പിന്നെ മലയാളത്തിൻ്റെ കോഴ്സിൻ്റെ ആവശ്യമില്ല, ഏതെങ്കിലും ക്ലാസ്സിൻ്റെ കൂടെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മതി. പിന്നെ ഞാൻ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ മതി. ഇവിടെ നിങ്ങൾ നമ്മളുടെ മാഗ്നമെന്റിൽ തരുന്നതായിരിക്കും, ആ ക്ലാസ് ഫോളോ ചെയ്താൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നിതു സിംഗം പഠിച്ചു പോകാം. ബാക്കി കാര്യങ്ങൾ പ്രീവിയസ് ബുക്ക് ചെയ്യുന്നതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെയ്യുന്നതും റീഡിങ് ചെയ്യുന്നതും വൊക്കാബ് ചെയ്യുന്നതും അത് നിർത്തരുത്. സെക്ഷണൽ ടെസ്റ്റുകൾ എത്ര വേണമെങ്കിലും ചെയ്യാം, മാക്സിമം ചെയ്യാം. അതിന് ലിമിറ്റില്ല. ഇപ്പോൾ തുടങ്ങണം, സിലബസ് കംപ്ലീറ്റ് ആക്കിയിട്ട് തുടങ്ങുക, അങ്ങനെയല്ല. ഇത് ലാംഗ്വേജ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, സിലബസ് കംപ്ലീറ്റ് ആക്കാം. മാത്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് മറ്റേ ഒരു പരിപാടി ഉള്ളത്. ഇംഗ്ലീഷ് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ ഒരുപാട് പറയുന്നില്ല. 2027 സ്ട്രാറ്റജി ആയിട്ടൂടെ ഒന്ന് മാക്സിമം നോക്കാം. ഇനി നമ്മുടെ ഗെയിം ചേഞ്ചർ എന്നൊക്കെ പറയുന്ന GK വന്നു. GK ഞാൻ ഒരുപാട് അങ്ങ് ഇതായിട്ട് പറയുന്നില്ല, വിപുലീകരിച്ച് പറയുന്നില്ല. ഞാൻ ഒരുപാട് ബുക്കും പറയുന്നില്ല. ലൂസൻ്റ് വായിക്കണമെന്ന് വെച്ചാൽ ലൂസൻ്റ് വായിക്കണ്ട. ലൂസൻ്റ് വായിക്കാൻ നിന്ന് നിങ്ങൾക്ക് അതിനകത്ത് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. 6 മാസം കൊണ്ട് 2025 എക്സാമിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ലൂസൻ്റ് വായിക്കണ്ട, ഞാൻ ഉറപ്പ് തരാം. റെയിൽവേക്കാർക്ക് വേണമെങ്കിൽ വായിക്കാം, അവർക്ക് ഇംഗ്ലീഷില്ല, വേണമെങ്കിൽ വായിക്കാം. അത് ഞാൻ സ്ട്രാറ്റജി പറഞ്ഞു. GKക്ക് 3 കാര്യങ്ങൾ മതി. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പെയ്ഡ് ക്ലാസ് എടുക്കണം. പെയ്ഡ് ക്ലാസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. പർമാർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ, പർമാർ SSC. ഇതാണ് ഓൺലി 4 സോഴ്സസ്, നോ അതർ തിങ്സ്. പർമാർ ഇത് അവരുടെ യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ബെസ്റ്റായിട്ട് അവരുടെ ക്ലാസ് എടുക്കുക. പർമാർ GK ബാച്ച് 3.0. അവർക്കൊരു പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുക്കുക. ഹിന്ദിയിലാണ് ക്ലാസ്, കുഴപ്പമില്ല, ഹിന്ദി ആയിക്കോട്ടെ, നിങ്ങൾ പഠിച്ചേ പറ്റൂ. കാര്യം ഇന്ത്യ മൊത്തവും ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. CGL പഠിക്കുന്ന എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹിന്ദിയാണ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കണ്ടന്റ്, അവർ നോട്ടുണ്ട്, അവരുടെ നോട്ട്സ് ഉണ്ട്, ഇംഗ്ലീഷ് നോട്ട്സ് ഉണ്ട്. പറയുന്നത് ഇംഗ്ലീഷിലും പറയും, ഇംഗ്ലീഷിലുള്ള നോട്ട്സിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, 2-3 വട്ടം കണ്ടാലും കുഴപ്പമില്ല. അങ്ങനെ ഹിന്ദി അറിയാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഹിന്ദി അറിയാതെ തന്നെ പഠിച്ചു. അവന് GK ഒന്നും അറിയത്തില്ലായിരുന്നു, ഹിന്ദി അറിയത്തില്ല അവന്. പക്ഷേ ഈ ക്ലാസ് എടുത്ത് പഠിച്ച് അതിനുള്ള ചേഞ്ച് ഉണ്ട്. ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അവരുടെ കണ്ടന്റ് എന്താണ്, ഓർഗനൈസ്ഡ് കണ്ടന്റ് ആണ്. നമ്മൾ ചുമ്മാ കയറി ലൂസൻറ്റും ബാക്കി മനോഹർ പാണ്ഡെ അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുന്നതിലും കൂടുതൽ എഫക്റ്റീവാണ് ഇവരുടെ ഈ ഒരു നോട്ട്സ് എന്ന് പറയുന്നത്. ഇവരുടെ നോട്ട്സ് എന്ന് പറയുന്നത് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ലാസ് കണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുക, 3.0 കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞ് ദിവസം ലൈവ് ക്ലാസ് കാണുന്നില്ല, റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. അത് നിങ്ങൾ പഠിച്ചെടുക്കുക. ദിവസം മാക്സിമം 2.5 മണിക്കൂർ. 2.5 മണിക്കൂറിന് ക്ലാസ്സിന് 1.5 മണിക്കൂർ കൊടുത്താൽ മതി. ബാക്കി പരിപാടികളൊക്കെ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ. 3 മണിക്കൂർ കൂടുതൽ ഒരിക്കലും GKക്ക് നിങ്ങൾ കൊടുക്കാൻ നിൽക്കരുത്. ഫ്രഷേഴ്സ് ആയിട്ടുള്ളത് മറ്റേ
സെറ്റായിട്ടുള്ളൊരു ജി കെ മാത്രം പ്രശ്നമുള്ള ഒരുപാട് പേരുടെ കമൻറ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യണം? അവർ ജി കെ കൂടുതൽ സമയം കൊടുത്തു, ഈ സോഴ്സ് ഉപയോഗിക്കും, കൂടുതൽ സമയം കൊടുത്ത് സെറ്റാക്കുക. ഒന്നാമത്തെ കാര്യം ഇവരുടെ ഈ ഒരു കോഴ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലിലുള്ള കണ്ടന്റ് നോക്കാം, ഈ കോഴ്സ് വേറെ ഒന്നും വേണ്ട. ബാക്കി എല്ലാ ടെലിഗ്രാം ചാനലുകളും ബാക്കി എല്ലാ ചാനലുകളും നിങ്ങൾ കളഞ്ഞു, ഒരു പ്രശ്നമില്ല. ഇതെടുക്കുക, ഇതിലെ നോട്ടുകൾ തരും. ഇനി ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ക്ലാസ് നോട്ട് അതേപോലെ തന്നെ ബുക്കായിട്ട് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലുണ്ട്, അത് മേടിക്കും. ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, അത് മേടിച്ച് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കും. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ സോഴ്സ്. രണ്ടാമത് പ്രീവിയസ് ഇയർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ഇല്ലാതെ ഒന്നുമില്ല. പ്രീവിയസ് ഇയർ ജനറൽ സ്റ്റഡീസ് ബുക്ക് വാങ്ങുക, 7th എഡിഷൻ ലേറ്റസ്റ്റ് എടുക്കുക, നേരത്തെ പോലെ. പഴയതുണ്ടെങ്കിൽ അത് എടുക്കുക, പുതിയ ക്വസ്റ്റ്യൻസ് RB എന്നൊക്കെ എടുക്കുക. ലേറ്റസ്റ്റ് എടുക്കുക, 100 ക്വസ്റ്റ്യൻ, ഒരു ചാപ്റ്റർ എടുക്കുക, 100 ക്വസ്റ്റ്യൻ എടുക്കുക. രണ്ടാമത്തെ ദിവസം അടുത്ത ചാപ്റ്ററിന് 100 ക്വസ്റ്റ്യൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇഷ്ടം. ക്വസ്റ്റ്യൻ വായിക്കുക, മറന്നു പോക്കോട്ടെ, കുഴപ്പമില്ല, വീണ്ടും വായിക്കാതെ ഒന്നും നടക്കത്തില്ല. അങ്ങനെ രണ്ടാമത്തെ ഇത്. മൂന്നാമത്തെ ടെക്സ്റ്റ് ബുക്കിൽ 20,000-ലധികം ക്വസ്റ്റ്യൻ ആണുള്ളത്. എടുക്കുക, വെറുതെ ഇംഗ്ലീഷ് പോലെ തന്നെ ചെയ്യാം. എടുക്കുക, ചെയ്യുക, തെറ്റുക, കുഴപ്പമില്ല. എടുക്കുക, തെറ്റുക, ശരിയാകുക. അങ്ങനെ വീണ്ടും ആ ക്വസ്റ്റ്യൻ വീണ്ടും കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഈ ബുക്കിലും കാണും, ഇവിടെയും കാണും. നിങ്ങൾ എന്ത് ചെയ്യും? പഠിച്ചോളൂ. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ കിട്ടും. നിങ്ങൾ പ്രിലിംസിന് 25 ഒരു 15+ എടുക്ക്, മെയിൻസിന് നിങ്ങൾ എടുക്ക്. എത്ര? 25 അതും ഒരു 15 എടുത്തു കഴിഞ്ഞാൽ 15+ എടുത്താൽ 45 മാർക്കായി. അപ്പോൾ ഇപ്രാവശ്യം ഇപ്രാവശ്യം എന്ത് ചെയ്തു? സയൻസും കൂടുതൽ വന്നു, കുറച്ച് പാറ്റേൺ മാറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഇനി മറ്റേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒന്നുമല്ല, ഫാക്ട് തന്നെയാണ് വരുന്നത്. അത് കൂടുതൽ ഈ പുള്ളിക്ക് അറിയാം, അല്ലെങ്കിൽ ഇവർക്കറിയാം. ഇവർ GK നോക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഇത് ഫോളോ ചെയ്യാം. നമ്മളിത് നല്ലൊരു ക്ലാസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. നിങ്ങൾ നേരത്തെ പെയ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ബാക്കപ്പ് ആയിട്ട് എടുക്കുക. ഇത് മെയിൻ സോഴ്സ് ആക്കുക, ഇതും മെയിൻ സോഴ്സ് ആക്കുക. രണ്ടാമത്തത് ഇത് ചെയ്യാതെ നിങ്ങൾ ബാക്കി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഇത്രയും ചെയ്യാതെ അത് ചെയ്യരുത്. അത്രേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ 100, ഞാൻ 500 ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറേ ലെവലായിട്ടാണ്. നിങ്ങൾക്ക് എത്ര ചെയ്യാം? നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ 50 ചെയ്യാം, നിങ്ങൾക്ക് 100 ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മാക്സിമം ചെയ്യാം. GK ഒന്നും അധികം സമയം എടുക്കത്തില്ല. വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാം, യാത്ര ചെയ്യുമ്പോൾ ചെയ്യാം, അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഫുൾ ടൈം ഇരുന്നാൽ ഈ ഒരു സമയത്ത് സെറ്റാക്കാൻ പറ്റും. ജോലി ഉള്ളവർക്കാകുമ്പോൾ ഇവരെടുക്കുന്ന സമയത്തിൻ്റെ കൂടുതൽ സമയം എടുക്കും. കാര്യങ്ങൾ ഇത്രയൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാം സോഴ്സ്. നാലാം സോഴ്സ് മാഗ്നമെൻ്റ്. ഇന്ന് നമ്മുടെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടത്തില്ല, പ്രിപ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടി സമയം കിട്ടത്തില്ല. അപ്പോൾ എനിക്കൊരു അധ്യാപനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എന്ത് ചെയ്യും? ക്ലാസ് എടുക്കുന്നതായിരിക്കും. മാക്സിമം ക്ലാസ് നിങ്ങൾക്ക് മലയാളത്തിൽ GK ക്ലാസ് തരും. ഈ 4 സോഴ്സ് മതി നമ്മുടെ ക്ലാസ്. അതിൽ എല്ലാം CGL 2020 മുമ്പേ മാക്സിമം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള GK ക്ലാസ് ആയിരിക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കും, ക്ലിയർ ആയിട്ടുള്ള ആളായിരിക്കും ക്ലാസ് എടുക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത്, പ്രീവിയസ് ഇയറിൻ്റെ ബുക്ക്, അതുപോലെ കോഴ്സ്. അപ്പോൾ ഇതെടുത്തിട്ട് പഠിച്ചാൽ മതി. ഹിന്ദി ആയിക്കോട്ടെ, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഡൗട്ടുള്ളത് കമൻറ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഈ 4 കാര്യങ്ങൾ. പിന്നെ ടൈപ്പിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. കമ്പ്യൂട്ടർ ഇതിനകത്തുണ്ട്. കമ്പ്യൂട്ടറും ഈ പർമാറിൻ്റെ ഈ കോഴ്സിൽ കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ എന്തോ വലിയ പൈസ ഒന്നുമല്ല, നിങ്ങൾക്ക് എടുക്കാം, ഒരു നഷ്ടമില്ല. GK ക്ലാസ് എടുക്കുന്നതിന് നഷ്ടമില്ല. അപ്പോൾ കമ്പ്യൂട്ടറും ഇതിനകത്ത് ഇൻക്ലൂഡാണ്. സ്റ്റാറ്റിക് GK ഇതിനകത്ത് ഇൻക്ലൂഡാണ്. കമ്പ്യൂട്ടർ വേറെ ഉണ്ടെങ്കിൽ അത് പറയും, കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ് എടുക്കാം. പിന്നെ നമ്മുടെ സ്റ്റാറ്റിക് ഉണ്ട്. പിന്നെ PYQൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഇവരുടെ ഒരു PDF ഉണ്ട്. അപ്പോൾ അത് കുറേ ഫാക്റ്റുകളൊക്കെ വെച്ചിട്ടുള്ള അതും എടുക്കാം. വലിയ പൈസ ഒന്നുമില്ല, 100 രൂപ എന്തോ ഉള്ളൂ. അങ്ങനെയും എടുക്കാം. അപ്പോൾ അതിനെ റിലയബിൾ ആയിട്ട് എടുക്കാം. ഒരുപാട് സോഴ്സിൽ കിടന്ന് കറങ്ങരുത്. ഞാൻ വേറെ ബുക്കൊന്നും പറയുന്നില്ല. നിങ്ങൾ ബ്രഹ്മാസ്ത്രയോ ലൂസൻറ്റോ ഒന്നും നോക്കണ്ട, മനോഹർ പാണ്ഡെ ഒന്നും നോക്കണ്ട. ഇത്രയും കാര്യങ്ങൾ മാത്രം പോകും. അപ്പോൾ കഴിഞ്ഞ മെയിൻസിന് പ്രശ്നം വന്നു, അത് എപ്പോഴും എല്ലാവർക്കും ഉണ്ടായി. കുറേ കറക്കി കുത്തിയവർക്ക് കിട്ടിയെന്ന് പറയുന്നു, പക്ഷെ കുറേ പേർക്ക് നഷ്ടമാണ് സംഭവിച്ചത്. അത് ആരെയും പറയാൻ പറ്റത്തില്ല. ഒരിക്കലും ഈ പർമാറിൻ്റെ പുള്ളിയല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. അത് നടക്കുന്ന കാര്യങ്ങളാണ്. അതിന് നിൽക്കാതെ മുന്നോട്ട് പോകാതെ നടക്കും. ടൈപ്പിങ്ങിൻ്റെ വീഡിയോ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഡെയിലി ചെയ്യാം. മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യാനുള്ള കാര്യം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാത്ത ആൾക്കാർ വളരെ കുറവാണ്. ഇത് കാണുന്നത് 2000. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി വെച്ച് ഇതൊന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഒരുപാടായി, കുറേ നേരം കൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഡൗട്ടുകളെല്ലാം വന്നു. CGL പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനേഴ്സ്. അപ്പോൾ ബിഗിനേഴ്സ് എന്ത് ചെയ്യണം? മാത്സ് അതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആക്കുക. ഇംഗ്ലീഷ് അതുപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ആക്കുക. ഇംഗ്ലീഷിന് മാഗ്നമെൻ്റ് നിങ്ങൾ സപ്പോർട്ട് കാണും, ക്ലാസ്സുകൾ ഞാൻ തരുന്നതായിരിക്കും. റീസണിങ് അതുപോലെ തന്നെ ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. GK പർമാർ മതി, അതിലൂടെ ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടത്. ഇത്രയാണ് ചെയ്യേണ്ടത്. ഇത്രയും ചെയ്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. വേറെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയും, അതിൻ്റെ ഒന്നും പുറകെ പോയാൽ അതുമില്ല ഇതുമില്ല എന്നുള്ള അവസ്ഥ. ഇംഗ്ലീഷ് ഗ്രാമർ ബേസ്ഡ് ടു അഡ്വാൻസ് ലെവൽ എങ്ങനെയാണ് പഠിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ട്. GK എങ്ങനെ പഠിക്കണം? നിങ്ങൾ ആ ക്ലാസ് എടുത്ത് പഠിച്ചോ, ഇതിനകത്ത് നിന്നുള്ള ക്ലാസ് പഠിച്ചോ, ആ നോട്ടുകൾ പഠിച്ചോ. അല്ലാതെ ഒന്നുമില്ല. ഡിപ്രഷൻ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒറ്റ കാര്യമല്ല. ഡിപ്രഷൻ വന്ന ആള് ഞാൻ കഴിഞ്ഞ സ്ട്രാറ്റജിയിൽ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ ചെയ്തിട്ടുണ്ടോ? ആ ഒരു ചോദ്യം മാത്രം നിങ്ങളെടുത്ത് ചോദിക്കുക. അത് ചെയ്തിട്ടുണ്ട് യെസ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമിക്കാനുള്ള അവകാശമില്ല. നിങ്ങൾ നിങ്ങളുടെ 100% കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്രാവശ്യം കൊടുത്ത് കാണിക്കും.
എങ്ങനെ ഡിപ്രഷൻ മാറ്റും കേട്ടോ. അതാണ് ഡിസപ്പോയിൻറ്റ് മാറാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഡിസപ്പോയിൻമെൻറ്റ് മാറാൻ വർക്ക് ചെയ്ത് കാണിക്കണം. ഇപ്പം ഞാനും പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഡിപ്രഷനും ഡിസപ്പോയിൻമെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ ഇതേപോലെ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഗ്രൂപ്പിൽ കൊണ്ട് ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് നമുക്കിത് മനസ്സിലാക്കില്ല എന്താ സംഭവം. അപ്പോൾ ആ സമയത്ത് ഡിപ്രഷൻ അടിച്ചു, ഡിസപ്പോയിൻമെൻറ്റ് വന്നു, എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, ആരും പറഞ്ഞു തരില്ലായിരുന്നു, ഇതുപോലെ ചാനലുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിച്ചു, അങ്ങനെ പഠിച്ചാണ് എടുത്തത്. അതാണ് വേണ്ടത്. ഡിസപ്പോയിൻറ്റ് മാറാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യുക കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി മോട്ടിവേറ്റഡ്, എങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം. ഒരിക്കലും ഒരാൾക്കും എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മോട്ടിവേഷൻ്റെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടുകാരെ പറ്റി ഓർക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയെ പറ്റി ഓർക്കുക, അതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. കുറച്ചൊന്ന് ഇപ്പം ഒരുപാട് നാളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുക്കുക, എന്നാലും നമ്മുടെ ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടാവുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിൽ വരിക. അത് തീർക്കാത്തപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാക്കുക. അങ്ങനെയാണ് ഫീലിംഗ് ലൈക്ക് ഗീവിങ് അപ്പ് അല്ലോ. അപ്പം മൊത്തത്തിൽ ഗീവിങ് അപ്പ് അങ്ങനെ തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ചെയ്ത് കാണിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം മനസ്സിൽ വരും. ഓക്കെ, ഇനി ഇതെന്തായിരുന്നു, മാത്സിൻ്റെ കംപ്ലീറ്റ് കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കും. റിപ്പീറ്റേഴ്സിൻ്റെ കാര്യം, റിപ്പീറ്റേഴ്സ് പറഞ്ഞു, നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റ് പ്രാക്ടീസ് മാത്രമാക്കുക, ബാക്കി വീക്കായിട്ടുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ് ആക്കുക, എന്നിട്ട് ചെയ്യാം. ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞു. ബെസ്റ്റ് ബുക്കൊന്നും വലുതായിട്ടില്ല. GK ബുക്ക് ഞാനൊന്നും പറഞ്ഞില്ല. പ്രീവിയസ് ബുക്ക് പിനാക്കിളിൻ്റെ എല്ലാം വന്നു. ബാക്കി എക്സ്ട്രാ ആയിട്ട് ബുക്കുകളൊന്നുമില്ല. നീതു സിംഗിൻ്റെ ബുക്കുണ്ട്, ബ്ലാക്ക് ബുക്കുണ്ട്, വേറെ എക്സ്ട്രാ ആയിട്ട് ബുക്കൊന്നുമില്ല. ഇത് മതി, കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അത് മതി. ഒലീവ് ബോർഡ് NTPC സൊല്യൂഷൻ, അത് പ്രയാസമായിരിക്കും കേട്ടോ. ഒലീവ് ബോർഡ് NTPC സൊല്യൂഷൻ എനിക്ക് സമയം കിട്ടാൻ വളരെ ചാൻസ് ആണ്. അപ്പോൾ ബാക്കി മാത്സ് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ, ഇപ്പോൾ റെയിൽവേ പഠിക്കുന്നവരാണെങ്കിൽ SSC CGL കോഴ്സ് എടുക്കേണ്ട. ഞാൻ പറഞ്ഞ നേരത്തെ ആ ഒരു സ്ഥലത്ത് നിന്ന് NTPCയുടെ ക്ലാസ് എടുക്കാം. മാത്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് 100% എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് സൊല്യൂഷൻ നീഡ് ഞാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും, എനിക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല. ബാക്കി അത്രയും ക്ലാസ്സുകളുണ്ട്, നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ല സത്യത്തിൽ. സിലബസ് കവറിംഗ് ഓഫ് റെയിൽവേ പ്ലേസ് മാഗ്നമെൻറ്റർ. അപ്പോൾ അത് മാഗ്നമെൻറ്റർ ഏകലവ്യ ബാച്ച് അന്തരം തീരത്തില്ല. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അർജുന ബാച്ച് ക്വസ്റ്റ്യൻസ് അതൊക്കെ തരാം. മോക്ക് ടെസ്റ്റിൻ്റെ ഒലീവ് ബോർഡ് പ്ലാറ്റ്ഫോമിൻ്റെ അനലൈസിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മോക്ക് ടെസ്റ്റ് എങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള ആ വീഡിയോ കാണാം കേട്ടോ. കോപ്പി റിവിഷൻ എന്ന് പറഞ്ഞാൽ തെറ്റുന്നത് മാത്രം എഴുതി നോക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിയർ ഓഫ് മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു, ആക്ച്വൽ എക്സാം അല്ല മോക്ക് ടെസ്റ്റ്. ഫിയർ ഓഫ് മോക്ക് ടെസ്റ്റ് ഓവർകം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, പഠിക്കണം, സിലബസ് കംപ്ലീറ്റ് ചെയ്യണം. ഈ പറഞ്ഞ രീതിയിൽ ഒരു വട്ടം സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് എഴുതി നോക്കുക, അന്നേരം വ്യത്യാസം അറിയാൻ പറ്റും. എന്നിട്ട് പെർസെൻറ്റൈൽ മാർക്കിലല്ല, പെർസെൻറ്റൈലിൽ എന്ത് കൊടുക്കാൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കും. നിങ്ങളുടെ എക്സാം NTPC 25 NTPC 2000 എത്ര വരെ പോയാലും എനിക്ക് പറ്റുന്ന അത്രയും കാലം നിങ്ങളോട് കാണും. ഓക്കെ, OBCയുടെ പറ്റും 33 വയസ്സ് വരെ എല്ലാ പോസ്റ്റും പറ്റും. എല്ലാ പോസ്റ്റും എന്ന് പറഞ്ഞാൽ 30 വയസ്സ് വരെ നമ്മുടെ ടാക്സ് അസിസ്റ്റന്റ്, പോസ്റ്റൽ അസിസ്റ്റന്റ് ഒക്കെ പറ്റും. 27 വയസ്സുള്ള URനുള്ളത് 30 വയസ്സിൽ പറ്റും, ബാക്കിയെല്ലാം 31 വയസ്സിൽ പറ്റും. GK കവർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ട്രെയിൻഡ് ആഫ്റ്റർ, അതെ, കൺസിസ്റ്റന്റ് സ്റ്റഡി കാരണം അതെ അങ്ങനെ ഉണ്ടാവും, എനിക്ക് ഉണ്ടായിട്ടുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു 1-2 ദിവസം ബ്രേക്ക് എടുക്കുക, വീണ്ടും എന്ത് ചെയ്യുക, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും 1-2 മോക്ക് മാത്രം ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുക. ഡെയിലി ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക. ജിമ്മിൽ പോകണ്ട, എക്സസൈസ് ചെയ്യുക, വേണമെങ്കിൽ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, ഓടാൻ പോവുക, റണ്ണിങ്ങിന് പോവുക, പാട്ട് കേൾക്കുക, ഡാൻസ് കളിക്കുക, അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. TV കാണാം, സിനിമ കാണാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. സ്വന്തമായിട്ട് പാട്ട് പാടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ മൈൻഡിനെയും കൂടെ ഫ്രഷ് ആക്കി പോകും. ഹെൽത്തി ആയിട്ടിരിക്കുക, നന്നായിട്ട് ഉറങ്ങുക, അതൊക്കെ ചെയ്യുക. ഇത് നോർമലാണ്. SC മാത്സ് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞു. കുട്ടികളുടെ സ്റ്റഡി പ്ലാൻ, ഡെയിലി ടാർഗറ്റ് ഒന്നും നടക്കത്തില്ല. എനിക്ക് അതിന് സമയം ഇല്ല, പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യത്തില്ല, ഹെൽപ്പും ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ടാർഗറ്റ് ഉണ്ടാക്കിയാലേ പറ്റും. ബെസ്റ്റ് ബുക്കിൻ്റെ കാര്യം പറഞ്ഞു. റിപ്പീറ്റേഴ്സ് പ്ലാൻ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ഡെയിലി എത്ര മോക്ക് എടുക്കണം, ഫുള്ള് ഞാൻ പറഞ്ഞ രീതിയിൽ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ആണെങ്കിൽ ഡെയിലി 4 മോക്ക് വരെ നിങ്ങൾക്ക് എടുക്കാം. മോക്ക് ചെയ്യുന്നത് നല്ലതാണ്, പക്ഷേ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മോക്ക് എടുക്കാം. കോഴ്സ് വാങ്ങി കണ്ടെടുത്ത് ഇപ്പോൾ കോഴ്സിൻ്റെ വർക്ക്ഷീറ്റ്, അർജുന ബാച്ച് ലിസ്റ്റ് ഓഫ് വാട്ടർ തിങ് എൻ്റെ ചാനലിൽ നിന്ന് എല്ലാം കണ്ടോ. നിങ്ങൾ കണ്ട കോഴ്സിനേക്കാളും കോഴ്സിൽ നിന്നുള്ള എക്സ്ട്രാ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും. മെയിൻലി ഷോർട്സ് കാണും. ഷോർട്സിൽ ഒരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടും. അതുപോലെ അർജുന ബാച്ച് കാണുക, ഏകലവ്യ എല്ലാം കാണും. 310 ഉള്ളവർക്കും കാണുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം എക്സാം എളുപ്പമായതുകൊണ്ടാണ് മാർക്ക് കൂടുതലായത്. ഇത് കംപ്ലീറ്റ് ആക്കി പോയാൽ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങും. CGL ജോബ് ഉള്ളവർ അവരെയൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരെയൊക്കെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ പറ്റും. സയൻസ് പ്ലേയുടെ ക്രൂഷ്യൽ റോൾ. അതെ, അപ്പോൾ സയൻസും പഠിക്കണം, അത്രേ ഉള്ളൂ. GK നന്നായിട്ട് ഫുള്ളായിട്ട് പഠിക്കുക, ആ പറഞ്ഞ സ്ട്രാറ്റജി എടുക്കുക. ബാക്കി സബ്ജക്റ്റ് മാത്സ് എങ്ങനെ സെറ്റ് ആക്കണം, ഇതുപോലെ ഇതിൽ പറഞ്ഞ രീതിയിൽ ചെയ്ത് നോക്കും. കൂടെ ഏതൊക്കെ എക്സാം നോക്കാം, വേറെ കൂടെ എക്സാം ഒന്നും നോക്കണ്ട. CGL എന്ന് പറഞ്ഞാൽ CGLുമായിട്ട് അടുത്ത ഇതുള്ളതാണ് NTPC. CGL NTPC കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ SSC എക്സാംസും NTPCയും കൊണ്ടുപോകാൻ പറ്റും. ബാങ്ക് വേറെ ലെവലാണ്, അല്ലെങ്കിൽ വേറെ ലെവൽ എന്ന് വെച്ചാൽ പാടുന്നല്ല, വേറെ ഇതാണ്. ബാങ്ക് നോക്കുന്നവർ SSC നോക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്കിലോട്ട് പോകാം. ഞാൻ അതിന് സജസ്റ്റ് ചെയ്യുന്നില്ല. PSC സെപ്പറേറ്റ് ആണ്. അതിന് ഒരിക്കലും ഞാൻ ഇത് പറയുന്നില്ല. സിലബസ് എങ്ങനെ ഈസിലി കവർ ചെയ്യാം എല്ലാം പറഞ്ഞു. മാത്സിൽ ചലഞ്ചിങ് ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ പറഞ്ഞ കാര്യം അതേപോലെ ചെയ്യുക. ബിഗിനറാണ്,
കംപ്ലീറ്റ് ചെയ്യും. 26 എക്സാം ക്രാക്ക് ചെയ്യാനാണെങ്കിൽ ഇത് മോർ ദാൻ ഇനഫാണ്. ഒരു കറക്റ്റ് രീതി കിട്ടുന്നില്ല, ഇതാണ് കറക്റ്റ് രീതി എന്ന് പറഞ്ഞാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞത്. ഇന്നത്തെ കാര്യമാണ് അത്. നമുക്ക് മെയിൻ കൺസിസ്റ്റൻസി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അത് കംപ്ലീറ്റ് ആക്കി പോകുന്നതാണ് കൺസിസ്റ്റൻസി. പ്രൈവറ്റ് സെക്രട്ടറി വർക്ക് ചെയ്യുന്ന താല്പര്യമുണ്ട്. 25 വയസ്സൊന്നും ഒന്നുമല്ല, 28 വയസ്സ് വരെ നിങ്ങൾക്ക് ചെയ്യാം. 28 വയസ്സ് വരെ ചെയ്യാം. ഇപ്പോൾ ഒരു വട്ടം നന്നായിട്ട് ചെയ്ത് 25 വയസ്സ് ചെയ്തില്ല. എനിക്കറിയാവുന്നവരുണ്ട് 27 വയസ്സ് 28 വയസ്സിലൊക്കെ പഠിച്ച് ഗൾഫിൽ നിന്നൊക്കെ ജോലി ചെയ്തിട്ട് വന്നിട്ട് ജോലി മേടിച്ചവരുണ്ട്. 25 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ എക്സാംസ് 6 മാസത്തിനൊക്കെ വരികയെന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. വെറുതെ നമ്മൾ സമയം കൊടുക്കുന്ന ഒരവസ്ഥ വരുത്. GSൻ്റെ കാര്യം പറഞ്ഞു, മാത്സ് മെയിൻസ് വെച്ചിട്ട് അതൊക്കെ അതിനനുസരിച്ച് പോവാം. മാത്സ് ഒരു ചാപ്റ്ററായിട്ട് പിന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഈ പ്രശ്നമാണ്. ഇപ്പോൾ ഈ ലെവലിൽ പഠിക്കാം. കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞു. ദിശയുടെ മാഗ്നമെന്റ് യൂട്യൂബ് ക്ലാസ് ഇല്ല, മാത്രം വെച്ച് പറ്റത്തില്ല. എൻ്റെ കാര്യം പറഞ്ഞു. ഒക്കാവ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം, ബാക്ക് ബുക്ക് തന്നെ പഠിച്ചാൽ മതി, മറന്നു പോകും. അതൊക്കെ ഹ്യൂമൻ ടെൻഡൻസിയാണ്, മറന്നുപോയാൽ പിന്നെ വായിക്കാതെ ഉള്ളൂ. റെയിൽവേ GK കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. റെയിൽവേയുടെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. GK എങ്ങനെ പഠിക്കണം എൻ്റെ കാര്യം പറഞ്ഞു. റിവിഷൻ ആക്കേണ്ടതൊക്കെ സൺഡേസിലെടുക്കുക, പിന്നാക്കളുടെ ബുക്കൊക്കെ എടുത്ത് അതിനകത്ത് റൗണ്ട് ചെയ്തിട്ട് വീണ്ടും വായിക്കുക. അതേ വീണ്ടും വായിക്കുക, അതേ ഉള്ളൂ. ജനറൽ സയൻസ് അതൊക്കെ ആ ഒരു പർമാൻ്റെ ചാനൽ എടുക്കുക, അതിൽ നിന്ന് പഠിക്കുക. ജസ്റ്റ് 2 മന്ത് യൂട്യൂബ് മാത്രം കണ്ട് 87 കിട്ടി, വർക്ക് ചെയ്യേണ്ടി വരും. എസ്പെഷ്യലി 87 മാർക്ക് ഉണ്ടെങ്കിൽ കുറവാണ്, നല്ല കുറവാണ്. 150 കട്ട് ഓഫ് പോകുന്നിടത്ത് 87 എന്ന് പറഞ്ഞാൽ പകുതിയുടെ അടുപ്പിച്ചേ ഉള്ളൂ. അപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇത്രയും രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. പിന്നാക്കൾ പ്രാക്ടിക്കലായി ഉറണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കോഴ്സ് എടുക്കുക, അതിനകത്തുള്ള ബേസിക് ഫൗണ്ടേഷൻ ലെവൽ കാണുക, CGL ലെവൽ കാണുക, CGL പഠിക്കുക. എന്നിട്ട് പിന്നാക്കളിൽ ആ ഒരു ബുക്ക് ചെയ്യുക, പിന്നാക്കളുടെ ബുക്ക് ചെയ്യുക, സ്വന്തമായിട്ട് ഒരു വട്ടം ചെയ്യുക. അപ്പോൾ അത് സമയം എടുത്ത് ചെയ്തോ, 100 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യേണ്ട, സമയം എടുത്ത് ചെയ്തോ, കുഴപ്പമില്ല. 100 ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് ചുമ്മാ പറ്റും, വേണമെങ്കിൽ ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിലൂടെ മാഗ്നമെന്ററി ക്ലാസ് ചെയ്യുക, അങ്ങനെ കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് രണ്ടാമത്തെ റൗണ്ടിൽ പിന്നാക്കൾ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് 2 മണിക്കൂറിൽ 100 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ 2-3 മണിക്കൂറിൽ നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നതിനനുസരിച്ച് തീർക്കാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ 2022 മുതലുള്ള ചെയ്തോ, കുഴപ്പമില്ല. ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ കൂടെ പിന്നാക്കളുടെ ബുക്കിലെ ക്വസ്റ്റ്യൻസ് മൊത്തം ചെയ്യുക. സെറ്റാണ്. എപ്പോഴും ലേറ്റസ്റ്റ് നിന്ന് ബാക്കിലോട്ട് പോവാം കേട്ടോ. GK ഓരോ ചേർന്നാണോ ഓരോ സബ്ജക്റ്റ് കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ എക്സ്ട്രാ പിന്നാക്കൾ വെച്ച് ഡെയിലി എല്ലാ ചാപ്റ്ററും നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ സബ്ജക്റ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. കറണ്ട് അഫയേഴ്സ് ഒരിക്കലും നിങ്ങൾ ഡെയിലി പഠിക്കരുത്, അതൊരു ട്രാപ്പാണ്. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് കിട്ടും, ഒരിക്കലും പഠിക്കരുത്. ഏത് എക്സാമാണ് നിങ്ങൾ എഴുതുന്നത് ആ എക്സാമിന് 2 വീക്ക് മുമ്പേ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ പർമാർ കാണുന്നുണ്ടെങ്കിൽ അതിൽ കാണുക. അല്ലെങ്കിൽ റെയിൽവേയും ക്ലാസ് ഉണ്ട്, റെയിൽവേക്കും യൂസ്ഫുൾ ആണ്. 2 വീക്ക് മുന്നേ അതിൽ കാണുക. പിന്നെ ഇന്റർലോഗസ് എന്ന് പറഞ്ഞ ചാനലിൽ മന്ത് വൈസ് കിട്ടും, അത് കാണും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചെയ്യരുത് കേട്ടോ. ഒരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞ വീഡിയോ പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്ട്രാറ്റജി അത് തന്നെയാണ്, അതുപോലെ ഇതുപോലൊന്നും അവസ്ഥ വേണ്ട. ഇപ്പോൾ ചെയ്താൽ പറ്റും, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നല്ല ടാസ്ക്കാണ്. നല്ല ടാസ്ക്കാണ്. ഈ പറഞ്ഞ കാര്യം ഈ ഒരു 6 മാസത്തിൽ ചെയ്യാന്നുള്ളത് നല്ല ടാസ്ക്കാണ്. അതിന് ഗൈഡൻസ് ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം ചെയ്യും, സെൽഫ് സ്റ്റഡി ചെയ്ത് ആവറേജ് സ്റ്റുഡൻറ്റിന് പറ്റും. സെൽഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഇതാണ് സെൽഫ് സ്റ്റഡി. ഇതിലും ഒരു ഓഫ്ലൈനിൽ കിട്ടാത്ത അത്രയും ക്വാളിറ്റിയുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത് ചെയ്യുക, എത്രത്തോളം നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. QA 35-45+ ആവണമെന്നുള്ള കാര്യം പറഞ്ഞു, റിപ്പീറ്റേഴ്സ് പറഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അതുകൊണ്ട് ഡെഡിക്കേറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സാറിൻ്റെ ക്ലാസ് പറഞ്ഞു. ഓക്കെ, അരിത്തമെറ്റിക് അത് പറഞ്ഞാൽ മതി, ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. അങ്ങനല്ല, മാത്സ് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യണം, എല്ലാ സബ്ജക്റ്റും പഠിക്കണം. എല്ലാ സബ്ജക്റ്റും പഠിക്കണം. മാത്സ് കംപ്ലീറ്റ് ആക്കിയിട്ടല്ല ബാക്കിയുള്ള സബ്ജക്റ്റ് പഠിക്കേണ്ടത്. എല്ലാ ദിവസവും. ഇപ്പോൾ 10 മണിക്കൂർ നിങ്ങളുണ്ടെങ്കിൽ അത് 4, ഇത് 3, ഇത് 2, ഓക്കെ, 7, 2, 9, എന്നാലും 11 മണിക്കൂർ പോകും. മാത്സിന് 4 കൊടുത്താൽ അത് നിങ്ങളുടെ വീക്ക്നെസ് അനുസരിച്ച് ഇത് 2.5 ആക്കാം. ഇംഗ്ലീഷ് റീസണിങ് 2 ആക്കാം, വേണമെങ്കിൽ 1.5 ആക്കാം. GK 2.5 ആക്കാം. ഒരു 11 മണിക്കൂറോളം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ അനുസരിച്ച്, നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും അനുസരിച്ച് മാറ്റി കൊടുക്കുക. ഒരു ദിവസം എല്ലാ സബ്ജക്റ്റും പഠിക്കണം. NTPCയും SSCയും ഒരുമിച്ച് കൊണ്ടുപോകണം, പറഞ്ഞിട്ടുണ്ട്. സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ മോക്ക് എടുക്കുന്നത് എത്രയുള്ള എഫക്റ്റീവ് ഒക്കെയാണ്. പക്ഷേ സിലബസ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ട് മോക്ക് എടുക്കുക കേട്ടോ. സെക്ഷനിൽ ചെയ്താൽ മതി. SC കിട്ടാതാകുമ്പോൾ കോൺഫിഡൻസ് പോകും. പ്ലാൻ B, SSCയുടെ പ്ലാൻ B എന്താണ് NTPC. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കിട്ടുന്നില്ല, ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് മാർക്ക് കൂടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പരിപാടിക്ക് പോകാം. വേറെ കോഴ്സൊക്കെ പഠിച്ച്, പ്രൈവറ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ച് അങ്ങനെ ജോലി നോക്കാം. ഒരിക്കലും ഇതിനകത്ത് തന്നെ നിൽക്കരുത്. ഒരു 5 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു, മാർക്കൊന്നും ഇമ്പ്രൂവ് ആവുന്നില്ല. തൊട്ടടുത്തൊക്കെ വരുവാണെങ്കിൽ അവർക്ക് പിന്നെ എഴുതാം, കുഴപ്പമില്ല. SSC അടുപ്പിച്ച് വരുന്നുണ്ട്. 4 വർഷമൊക്കെ കഴിഞ്ഞിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ നിങ്ങൾ നിർത്തി പോവുക. വേറൊരു പരിപാടിയില്ല. SSC മാത്രമല്ല ജീവിതം എന്ന് പറയുന്നത്. വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ജോലികൾ നോക്കുക. ബാങ്ക് പറ്റുമെങ്കിൽ നോക്കുക. ബാങ്ക് പറ്റുന്നില്ല, അങ്ങനെ എക്സാം ഒന്നും പറ്റുന്നില്ലെങ്കിൽ വേറെ പരിപാടികൾ നോക്കി പോവാം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി ടാർഗറ്റ് പറ്റില്ല. CGL 2025 മിനിറ്റിൽ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. റിപ്പീറ്റ് എപ്പോൾ പ്രിപ്പറേഷൻ നിർത്തണം. ഞാൻ പറഞ്ഞില്ലേ, 4 വർഷമായി, ഒരു രക്ഷയില്ല. 28 വയസ്സ് കഴിഞ്ഞു. നിങ്ങളുടെ ഗോൾഡൻ ടൈമാണ് പോകുന്നത്.
ഗോൾഡൻ ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു സ്ഥലത്തും കിട്ടാതാവും. അപ്പം നിങ്ങളുടെ പാഷൻ നോക്കുക, വേറെ കോഴ്സ് എടുക്കുക, പ്രൈവറ്റ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുക, അതിൻ്റെ കൂടെ ഒരു ജോലി കിട്ടിയിട്ട് പിന്നെയും നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക, ഏജ് ഉണ്ടെങ്കിൽ. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ യൗവനം തീരുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. അതും ഈ യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാണുന്ന പരിപാടി നിർത്തുക കേട്ടോ. ചുമ്മാ ചാനൽ, ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിലെ വീഡിയോസ് നിങ്ങൾക്ക് ഗുണത്തിൽ കൂടുതൽ ദോഷങ്ങളായിരിക്കും ഉള്ളത്. അപ്പോൾ ടൈമിൻ്റെ കാര്യം മോക്ക് ടെസ്റ്റ് പറഞ്ഞിട്ട് മാത്സ് റീസണിങ് പാരലി പരമാർജിക്കുക, അതൊക്കെ അങ്ങനെ പറഞ്ഞ രീതിയിൽ ഗ്രാമറിൻ്റെ ബേസ് തൊട്ട് പഠിക്കാനുള്ള കാര്യം പറഞ്ഞു. യെസ്, മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഓരോ ടോപ്പിക്സ് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ് നോട്ട് എടുത്ത് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മോക്ക് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്, ആദ്യത്തെ സ്റ്റെപ്പല്ല. റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, മോക്ക് ചെയ്ത് അത് പഠിച്ചുകൊണ്ടിരിക്കും, ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക. ഓൾവേസ് മോട്ടിവേറ്റഡ് അങ്ങനെ ഒരു മനുഷ്യനില്ല, എപ്പോഴും മോട്ടിവേറ്റ് ആയിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നല്ല കാര്യങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ടാകും. വിച്ച് ഇസ് ദ ബെസ്റ്റ് ബുക്ക്, ജി കെ സ്ട്രാറ്റജി, മാത്സ് ട്രിക്സ്, അതൊക്കെയാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ അത്രയും ട്രിക്ക് വേറെ അവിടെ ഉണ്ട്, ജി കെ ചാലഞ്ചിങ് സിൻസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറഞ്ഞു, റിവിഷൻ്റെ കൂടെ ഫുള്ളായിട്ട് തീർക്കുക, റിവിഷൻ ചെയ്യുക, സ്കോറിങ് ജി കെ. അപ്പോൾ ആ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക, അത് കംപ്ലീറ്റ് ആക്കുക. എന്ത് തുടങ്ങിയാലും നിങ്ങൾ കംപ്ലീറ്റ്, ഒരു ക്ലാസ് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ, അത് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഒരുപാട് റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്തു നിന്നുള്ള സോഴ്സ് വെച്ചിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് പറയുന്നത്. ഫിൽട്ടർ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും പാട്. റിവിഷൻ സ്ട്രാറ്റജിയൊക്കെ ആ പറഞ്ഞ രീതിയിൽ വീണ്ടും വീണ്ടും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പം മെയിൻസിന് 300+ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനടുത്താണ്. ഒരിക്കലും വിടാതെ എന്ത് ചെയ്യുക, അടുത്ത ചാൻസിൽ പിടിക്കുക. അല്ലാതെ 300-ലെത്തി എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ കഴിഞ്ഞു, നിങ്ങൾ ഇതുവരെ പഠിച്ചതെല്ലാം വേസ്റ്റായി. അടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, ഒരു പ്രശ്നമില്ല. മാത്സിൻ്റെ കാര്യം പറഞ്ഞു, ഇംഗ്ലീഷ് സ്ട്രാറ്റജി, മാത്സിൻ്റെ എല്ലാം പറഞ്ഞു. എഫിഷ്യൻലി വിത്തൗട്ട് ഇഗ്നോറിങ് വെയിറ്റേജ് ആൻഡ് ഇമ്പോർട്ടൻസ്, അത് പറഞ്ഞു. ഇനിയുള്ള ടൈം പീരീഡ് അത് പറ്റും, പോസിബിൾ അല്ലാത്ത ഒന്നുമില്ല, പക്ഷേ ഈ രീതിയിൽ ചെയ്യണം. ഓക്കെ, യെസ്. നമ്മുടെ 2025 സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയി. 2024 ലെങ്തി ആണെന്ന് എനിക്ക് തോന്നുന്നു, കുഴപ്പമില്ല. മാക്സിമം നിങ്ങൾ പറഞ്ഞ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. ഈ ചാനൽ ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, ക്ലാസ്സുകളെല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ബൈ, ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക എല്ലാവരും.